അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിറിളില്ലാഹി അമ്മാ ബഅദ്. വിശിഷ്ടരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സംഗമമായി കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല കുറേ കാര്യങ്ങൾ പറയാനും പഠിക്കാനും അതൊക്കെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇസ്ലാമിക പ്രബോധനത്തിന് ഏറ്റവും വലിയ പങ്കുവഹിച്ച സ്വഹാബത്തെ കിറാമിലെ ഏറ്റവും വിശിഷ്ടരായ മഹാന്മാരാണ് അഹ്ലു സുഫ എന്നറിയപ്പെടുന്നത്. ത്യാഗനിർഭരമായ ജീവിതം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടുമാണ് അവർ അവരുടെ ജീവിതത്തെ കുറെ കൂടി പാകപ്പെടുത്തിയെടുത്തത്. അവരുടെ പിൻതലമുറക്കാരായ നാം അഥവാ മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തണം, നമ്മുടെ പ്രബോധന ശൈലി എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ലളിതമായ ഒരു വിശദീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെറും പള്ളിയുടെ അകത്തിരുന്ന് പഠനം നടത്തി എന്നത് മാത്രം ഒരിക്കലും അഹ്ലു സുഫയെക്കുറിച്ച് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് ഏറ്റവും ഭംഗിയായി പഠനം നടത്തി പൂർത്തിയാക്കുകയും അവർക്ക് ലഭിച്ച വിവരങ്ങൾ അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കാൻ ആവശ്യമായ ദഅവത്തിൻ്റെ വ്യത്യസ്ത രീതികൾ, സമരങ്ങളടക്കം അവർ ചെയ്യുകയും അങ്ങനെ അവരുടെ ജീവിതത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ അഹ്ലു സുഫയെ വായിക്കേണ്ടത്. പലപ്പോഴും അഹ്ലു സുഫ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരിടത്ത് ചമ്രം പടഞ്ഞിരുന്ന് കുറേ പഠനം നടത്തി എന്ന് മാത്രം വായിക്കാറാണ് പതിവ്. അതിലപ്പുറത്ത് വിശാലമായൊരു ദഅവത്തിൻ്റെ മനസ്സും അതിനുള്ള സന്നദ്ധതയും അവർ കാണിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനം. ഞാൻ ഏതായാലും ആമുഖം നീട്ടുന്നതിലപ്പുറത്ത് നേരെ വിഷയത്തിലേക്ക് കടക്കാണ്. ദഅവത്ത് എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ്. അവസരം കിട്ടിയിട്ട് ദഅവത്ത് നടത്താതിരിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായ കാര്യമാണ്. അതാണ് മൻ റഅ മുൻകറൻ എന്നൊക്കെ ഹദീസ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു തെറ്റ് കണ്ടാൽ എന്നൊന്നുമല്ല അവിടെ താല്പര്യം. തെറ്റ് അറിഞ്ഞാൽ തന്നെ നമ്മൾ അതിനെതിരെ ഏത് വിധേനയെങ്കിലും നമുക്ക് കഴിയുന്നത് പോലെ പോസിബിളായ രീതിയിൽ നമ്മൾ അത് എതിർക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അൽ മുഖ്താബ് വൽ മുസ്തമിയു ശരീക്കാനു ഫിൽ ഇസ്മി, ഗീബത്ത് കേൾക്കുന്നവനും പറയുന്നവൻ്റെ അതേ കുറ്റം ഏൽക്കേണ്ടി വരും. പുകവലിക്കുന്ന ആളുടെ അടുത്തിരിക്കുന്നയാൾക്ക് നിക്കോട്ടിൻ എന്ന വിഷാംശ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും എന്ന് യു മേ ബി സ്റ്റഡീഡ് ഫ്രം ബയോളജി. അതെന്തുകൊണ്ടാണ്? കൂടെ നിൽക്കുക എന്ന് പറയുന്നതും ഒരിക്കലും പാടില്ലാത്തതാണ്. അതൊരു ദഅവത്ത് നടത്താതെ പോയാൽ നിങ്ങളുടെ ദുആഇന് പോലും ഇജാബത്ത് ഇല്ലാതിരിക്കും എന്ന് ഹദീസ് പറയുന്നുണ്ട്. ഒരു നാട്ടിലെ 70,000 പണ്ഡിതന്മാരെ അള്ളാഹു നശിപ്പിച്ചു. അവർ നിസ്കരിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കാത്തതുകൊണ്ടോ അല്ല. ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അന്നസാഇഹ്ദീനിയയിൽ പറയുന്നുണ്ട്, ആ നാട്ടിലുള്ള തെറ്റിനെ അവർ എതിർത്തില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ ദഅവത്ത് ഒരു ഫ്രീ ആയി ചെയ്യേണ്ട ഒരു സംഗതിയല്ല, അത് നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ചിലപ്പോൾ അത് ഫർള് ഐനാവും, എന്തായാലും ഫർള് കിഫയായ കാര്യമാണ്. സുന്നത്താണെന്നുള്ള കാര്യത്തിൽ ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ.
അപ്പോൾ നമ്മുടെ ഒരു ബാധ്യതയായ ഒരു കാര്യത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ദഅവത്ത് എപ്പോഴും കാലാനുസൃതമാവണം. മുഅ്ജിസത്തുകളുടെ കിടപ്പ് കണ്ടാൽ തന്നെ നമുക്കത് ബോധ്യമാവും. ഈസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തിരിക്കുന്ന മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ആ കാലത്തെ ചികിത്സാ രംഗം വളരെ അത്യുന്നതിയിലെത്തിയപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു കൊടുത്തേക്കുന്നത് മരിച്ചവരെ തന്നെ ജീവിപ്പിക്കുന്നതിന്. ഇതിൻ്റെ അപ്പുറം ഇല്ലല്ലോ, വഹീൽ മൂത്ത. ഇനി അതിൻ്റെ അപ്പുറം ക്യാൻസർ ട്യൂമർ ഒന്നും പറയാനില്ലല്ലോ. മരിച്ചവരെ തന്നെ ജീവിപ്പിച്ചു. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജാലവിദ്യക്കാരുടെ മാരണക്കാരുടെ മാജിക് ടീമിൻ്റെ കുറേ അഭ്യാസങ്ങളായിരുന്നു. അതിനെയൊക്കെ അതിജയിക്കുന്ന തരത്തിലായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിരിക്കുന്നത്. അതേസമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം എന്ന് പറയുന്നത് കഹ്താനിൻ്റെയും അദ്നാനിൻ്റെയും ഒക്കെ സാഹിത്യ സാമ്രാട്ടുക്കളുടെ ഒരു കാലമായിരുന്നു. ആ കാലത്തെ തോൽപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥം പോലുള്ള വളരെ വിശുദ്ധമായ സാഹിത്യത്തിൻ്റെ ഏറ്റവും അത്യുന്നതിയിലുള്ള ഗ്രന്ഥം തന്നെ കൊടുത്ത് ഉഅ്തീതു ജവാമി അൽ കലിം എന്ന ഏറ്റവും പരിശുദ്ധമായ പ്രത്യേകതയും നൽകിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുന്നത്. അപ്പോൾ കാലാനുസൃതമായ ദഅവത്താണ് ഇനിയുള്ള കാലത്ത് നമ്മളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം കേൾക്കാൻ ഓഡിയൻസിന് കിട്ടിക്കൊള്ളുന്നില്ല. 30 മിനിറ്റിനുള്ളിലുള്ള സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് പറയാനാവുന്ന ഏറ്റവും വലിയ വിവരം ചുരുക്കി പറയാൻ കഴിയോ ഇല്ലയോ എന്നാണ് സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് നടക്കൂല, എനിക്ക് എന്തായാലും ഒരു അരമണിക്കൂർ സദസ്സിൽ കിട്ടിയാലേ നടക്കുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ചാൻസ് ഇല്ലാതെ പോകും. അത് ഭാഷയിലാണെങ്കിലും ഇനി വ്യത്യസ്തങ്ങളായ കഴിവാണെങ്കിൽ തന്നെയും കാലാനുസൃതമായ ദഅവത്ത് വളരെ വളരെ പ്രധാനമാണ്. ഒരു ദാഇ എന്ന അർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ട 5 കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. 1, നമ്മുടെ ദഅവത്ത് കുറച്ചുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി സ്വീകരിച്ചുകൊണ്ടുള്ള ദഅവത്ത് തന്നെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിക്കുന്നത് ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ എന്ന് പറയുന്ന ആ 3 ക്വാളിറ്റി വെച്ചിട്ടാണ്. ഒന്ന് ഷാഹിദാണ്. ഷാഹിദ് എന്ന് പറയുന്നത് അനുയായികളുടെ കൂടെ ഉണ്ടാവണം. നമ്മളൊരു നാട്ടിലെ ഖത്തീബായാൽ അല്ലെങ്കിൽ മുദരിസായാൽ പിന്നെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായാൽ ഈ ജസ്റ്റ് ക്ലാസ് എടുത്തിട്ട് പോകുന്ന വിസിറ്റിംഗ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ശൈലി പരമാവധി ചെറുപ്പക്കാരായ നമ്മൾ മാറ്റിയെടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദാണ്, കൂടെ ഉണ്ട്. എല്ലാ ദിവസവും തങ്ങൾ തന്നെയാണ് ഇമാമ്. അന്താരാഷ്ട്ര ലീഡറായിട്ട് പോലും മദീനത്തെ പള്ളിയിൽ ഇമാമ് നബി തങ്ങൾ തന്നെയാണ്. എല്ലാ വീട്ടിലും ദൂരദിക്കുകളിലുള്ള വീടുകളിൽ ഒന്ന് നിസ്കരിച്ചു കൊടുക്കണം, ബർക്കത്തിന് വേണ്ടി, ആ സ്ഥലം മുബാറക്കായിട്ട് കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് അങ്ങനെ ചെയ്യാറ്. തങ്ങൾക്ക് വേറെ സമരങ്ങളോ യാത്രകളൊന്നും ഇല്ലെങ്കിൽ ളുഹാ സമയത്ത് മദീനത്തെ സ്വഹാബത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് നിസ്കരിച്ചു കൊടുക്കും. ഷാഹിദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എപ്പം കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ലീഡർ ആരാണ് എന്ന് ചോദിച്ചാൽ അനുയായികൾക്കിടയിൽ ഇടയിൽ ജീവിക്കുന്ന ലീഡറായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമുണ്ടാവുക. സ്റ്റേജ് ടു സ്റ്റേജ്, കാർ ടു കാർ എന്ന് പറയുന്നത് പൊതുവെ ബഹുമാനിക്കുമായിരിക്കും, ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടം കുറവായിരിക്കും. നമ്മൾ ഷാഹിദാവാൻ ശ്രമിക്കണം, കൂടെ ഉണ്ടാവാൻ. ഒരു കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത ഒരാൾ ഇമാമത്ത് എന്നത് ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നോക്ക്, ഒരിക്കൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിർത്തിക്കുന്നുണ്ട്. വേറെ ഒരു പ്രശ്നം തീർക്കലുമായി ബന്ധപ്പെട്ട് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്തിൻ്റെ സമയമായപ്പോൾ സീനിയർ മുത്താലിമായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഇഖാമത്ത് കൊടുത്തോളി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ സമ്മേളനത്തിന് പോകുന്ന സമയത്ത് ഒരാളെ ഏൽപ്പിക്കണം എന്ന് ചുരുക്കം. അത് സനത് വാങ്ങാൻ പോകുന്ന സമ്മേളനമാണെങ്കിലും ഒരാളെ ഡ്യൂട്ടിക്ക് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിക്കണം. അത് വളരെ പ്രധാനമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നു. 2 റക്അത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതായിട്ട് സ്വഹാബത്തിന് ഫീൽ ചെയ്തു. സ്വഹാബത്ത് അനക്കങ്ങൾ കൂടുതലില്ലാത്ത രീതിയിൽ 1ാം സഫിലേക്ക് നബി തങ്ങൾ ആനയിച്ചു.
എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ടു എന്നർത്ഥം. ഒന്നാം സഫയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു ബോധ്യമായി. സിദ്ദീഖ് തങ്ങൾ ബാക്കോട്ടേക്ക് വന്നു. ബാക്കോട്ടേക്ക് വരുമ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, ഖിഫ് യാ അബൂബക്കർ, അബൂബക്കറെ അവിടെ നിൽക്കും, സ്റ്റോപ്പ് ദെയർ. സിദ്ദീഖ് റളിയല്ലാഹു നിന്നില്ല, ബാക്കോട്ടേക്ക് വന്നു. ഒന്നാം സഫയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നിൽക്കുന്നു, നിസ്കാരം നിർവഹിക്കുന്നു. ബാക്കി സ്വഹാബത്ത് ഒന്നിച്ച് ജമാഅത്താക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിനോട് തിരിഞ്ഞുകൊണ്ട് ചില മസലകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല അബൂബക്കറെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ നീ അവിടെ നിൽക്കണം എന്ന്, നീ എന്താ നിൽക്കാതിരുന്നേ? അതിന് സിദ്ദീഖ് റളിയല്ലാഹുവിന് നൽകുന്ന ഒരു മറുപടിയുണ്ട്, നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു മറുപടിയാണ്. എന്താണ് ആ മറുപടി എന്ന് വെച്ചാൽ, നബിയെ, സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ വളരെ വളരെ ക്വാളിറ്റി ഉള്ള ആളല്ലേ. ലോകത്ത് 360 നന്മ ഉണ്ട്, ഏതെങ്കിലും നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫിയ ഹസ്ലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ടോ നബിയെ? താങ്കൾ പറയും, എനിക്ക് 360 ഉണ്ട് മോനെ. ആദ്യമായിട്ട് വലത് കയ്യിൽ കിതാബ് കിട്ടൽ ഉമർ റളിയല്ലാഹുവിനാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു എന്നെ ചോദിക്കുന്നുണ്ട്, ശരിക്കും എനിക്കല്ലല്ലോ കിട്ടേണ്ടത്, സിദ്ദീഖ് റളിയല്ലാഹുവിനല്ലേ. സിദ്ദീഖ് തങ്ങൾ മാഷറയിൽ എത്തുമ്പോൾ തന്നെ മലക്കൾ പൊക്കി കൊണ്ടുപോയിട്ടുണ്ടാവും സ്വർഗത്തിലേക്ക്. എന്ത് കിതാബ് അങ്ങനെ, ഫ്ലൈറ്റ് റെഡിയല്ലേ. അത്രയും അത്യുന്നതിയിലെത്തിയ ഫസ്റ്റ് A+ ഗ്രേഡുകാരനാണ്, വസാബിക്കൂനാണ് സിദ്ദീഖ് റളിയല്ലാഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു ആണ് നബി തങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നത്, അല്ല അബൂബക്കറെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഈ എന്താ ബാക്കോട്ടേക്ക് തന്നെ വന്നത് എന്ന ചോദ്യത്തിന് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മറുപടി, സിദ്ദീഖ് എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ടാവും നബിയെ, താങ്കൾ പറഞ്ഞ 360 ഒക്കെ ഓക്കെ, പക്ഷേ ഈ അബൂ ഖുഹാഫൻ്റെ മോന് മുത്തുനബീൻ്റെ മുന്നിൽ നിൽക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല എന്ന് സിദ്ദീഖിന് ബോധ്യമുണ്ട് എന്ന്. അതൊരു അദബാണ്. ഇന്ന തസവ്വുഫ കുല്ലഹു ലഹു അൽ അദബ്. അദബ് വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ ഉസ്താദിന് PhDയും B.Pharm എന്നും പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയില്ല എന്ന് തന്നെ വിചാരിച്ചോളി. എന്നാൽ പോലും നമ്മുടെ സംസാരത്തിൽ അങ്ങനെ ഒന്നും വരാൻ പാടില്ല. പഴയ കാലത്തൊന്നും ഇപ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പണ്ടുള്ള കുട്ടികളോടൊക്കെ എന്താ മോനെ പഠിക്കണത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ തന്നെ കുറച്ചുകൂടി വിനയം ഉണ്ടാവും. ഞാൻ ഫത്തുൽ മോനു അൽഫിയോദാണ് ഉസ്താദ് ഏതാ മറുപടി, എന്താ രസം കേൾക്കാൻ. ഇപ്പോൾ ഞാൻ ഹാംദർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD ചെയ്യണമെന്നുണ്ട്, UK പോകണം എന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഭയങ്കര പ്രശ്നം. അത് ആ ഒരു മറുപടിയിൽ തന്നെ ഒരു സുഖക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ പറയുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ അത് ആരോടാണ് പറയുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അബൂ യൂസുഫ് റളിയല്ലാഹുവിനു ദർസ് പൂർത്തിയാക്കിയിട്ട് അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ പെർമിഷൻ ചോദിക്കാതെ പുതിയൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അബൂ ഹനീഫ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, വലുതായി എന്ന് തോന്നിപ്പോകുന്നുണ്ടോ എന്ന്. അങ്ങനെ നമുക്ക് തോന്നാൻ പാടില്ല. ഞാൻ അദബ് എന്നൊരു വിഷയത്തിലേക്ക് വഴിയെ വരുന്നുണ്ട്. ഈ ചരിത്രം എന്തിനാണ് ഇവിടെ ഉദ്ധരിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ചരിത്രം ഒരുപാട് കാര്യങ്ങൾക്ക് തെളിവാണ്. ഉദാഹരണത്തിന് മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തുൽ അഹ്കാം എന്ന അഹ്ലുസുന്നയുടെ ആശയത്തിന് ഈ ചരിത്രം തെളിവാണ്. അദബാണ് നിയമത്തേക്കാൾ പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യത്തിനൊക്കെ. ഉദാഹരണം പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നേതാവാക്കരുത് എന്ന് പറയുന്നുണ്ട്, സയ്യിദ് എന്ന് വിളിക്കരുത് എന്ന്. അപ്പോൾ ആ ഒരു ചർച്ചയിൽ ഇബ്നു ഹജർ തങ്ങൾ അദ്ദുറുൽ മല്ലൂദിൽ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, തങ്ങളങ്ങനെ താഴ്മ ഉണ്ട് എന്നെ നേതാവാക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ തങ്ങളുടെ പേരിൻ്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്ന് തന്നെ ചൊല്ലണം എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ലോകത്തേക്കല്ല പോണത്. നമ്മളെ വിഷയം ഇങ്ങനെയാണ്. ആ സമയത്ത് പോലും സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ട് ഉടനെ തിരിച്ചു വരുന്ന ഷാഹിദായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനുയായികളുടെ കൂടെയുള്ള ലീഡർ, അതാണ് വളരെ വളരെ പ്രധാനം. ഖന്തക്കിൻ്റെ ഭൂമിയിലും ഏറ്റവും മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉള്ളത്. അവിടെ നമ്മൾ ഉണ്ടാവണം. ഒരു പ്രബോധകന് ഉണ്ടാവേണ്ട ഒരു ശൈലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൻ്റെ ശൈലി നമ്മൾ സ്വീകരിക്കണം. അവിടെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബഷീറൻ എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ ഓഡിയൻസിന് സന്തോഷങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് പുതിയ കാലത്ത്. ചിലരുടെ അവതരണം കേട്ടാൽ ഒരിക്കലും നമ്മൾ നന്നാവില്ല എന്നാണ് തോന്നിപ്പോവുക. അങ്ങനെ ഒരിക്കലും തോന്നിപ്പോകാൻ പാടില്ല. നമ്മൾ കുറച്ചുകൂടി ബഷീറാവണം. പ്രബോധനത്തിന് വേണ്ടിയിട്ട് അയക്കുന്ന
സന്ദർഭം സഹീഹ ഹദീസാണല്ലോ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോടും അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിനോടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ബശ്ശിറ വല തുനഫിറ എന്ന്, സന്തോഷിപ്പിക്കണം എല്ലാവരും, വെറുപ്പിക്കരുത്. യസ്സിറ വല തുഅസ്സിറ. ഇതെന്തിനാ രണ്ടെണ്ണം പറഞ്ഞത് നോക്കുക, നിങ്ങൾ ശർഹ് മുസ്ലിം നോക്കിയാൽ മതി. ആരെയും പ്രയാസപ്പെടുത്തരുത്. നമ്മുടെ ഒരു ദഅവത്തിൻ്റെ ശൈലി അതാണ് ആവേണ്ടത്. കുറച്ചുകൂടി ആൾക്കാർ നമ്മുടെ ആശയത്തിലേക്ക് കടന്നു വരുന്ന തരത്തിലാണ് നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് എന്ന് ചുരുക്കം. അതോടൊപ്പം പറയേണ്ടത് കൃത്യമായിട്ട് നദീറൻ ആയിട്ട് പറയുകയും വേണം. ഓവർ സന്തോഷിപ്പിക്കലായിട്ട് ഇസ്ലാമിൻ്റെ നിയമത്തെ കാറ്റിൽ പറത്തരുതെന്ന് ചുരുക്കം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിന് സ്വീകരിച്ച ഒരു രീതി നമ്മൾ സ്വീകരിക്കണം. അത് ഷാഹിദ്, ബഷീർ, നദീർ, ഇത് മൂന്ന് കൂടി ചേർന്ന് നിൽക്കണം എന്നർത്ഥം. രണ്ടാമത്തത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്. അതാണ് ദാഇയാകുന്ന നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ, പിന്നെ മദീനത്തെ പള്ളിയിൽ ഒരാറാബി വന്നിട്ട് മൂത്രമൊഴിക്കണ ഒരു സംഭവമുണ്ട്. മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ട് ക്ലിയർ ചെയ്യുന്ന കാര്യം എന്താ? മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബിയെ തടയാനും അയാൾ ഒഴിക്കുന്ന ബ്ലോക്ക് ചെയ്യാനൊക്കെ വേണ്ടി സ്വഹാബത്ത് ഒരുങ്ങിയപ്പോൾ സ്വഹാബത്തിനോട് ജസ്റ്റ് വെയിറ്റ്, അയാൾ ഒഴിക്കട്ടെ. എന്തിപ്പോൾ ഒഴിക്കുന്നത് പള്ളിയിൽ? അതും എവിടെ? മദീനത്തെ പള്ളി. എന്തോ ഒഴിക്കുക? ജ്യൂസല്ല, മൂത്രം ഒഴിക്കുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയ ആ ഒരു 1.5-2 മിനിറ്റ് കയ്യും കെട്ടിയിട്ട് സ്വഹാബത്തും തങ്ങളിങ്ങനെ നിൽക്കണ ഒരു സമയം, ഒഴിക്കട്ടെ, ഒഴിച്ച് തീരട്ടെ എന്നുള്ളിടത്തോളം എങ്ങനെയായിരിക്കും അവർക്ക് അത് കഴിഞ്ഞത്? മദീനത്തെ പള്ളിയിലല്ലേ സംഭവിക്കണത്? അത് മൂത്രമൊഴിക്കൽ നജസല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ. അപ്പോൾ സഹാബത്തിനോട് ശുദ്ധിയുള്ള നേതാവിൻ്റെ കമൻ്റ് എന്താണ്? അവിടെ അനങ്ങാതിരിക്കൂ. എന്താണ് ആ ദഅവത്തിൻ്റെ ഒരു ശൈലി? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചെയ്തേക്കണത്? ഷുറാഹ് വിശദീകരിക്കുന്നുണ്ട്. 2 കാരണമുണ്ട്. ഒന്ന്, മൂത്രം ഏതായാലും പള്ളിയിലായി, മൂപ്പരെ ഓടിച്ചാൽ മൂത്രം കുറേ സ്ഥലത്താവാൻ സാധ്യതയുണ്ട്. അത് പ്രശ്നമാണ്. ഒരു സ്ഥലത്ത് തന്നെ ആവുന്നതാണ് പിന്നെയും മെച്ചം. രണ്ടാമത്തത്, അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കാര്യം, അയാളിപ്പം മൂത്രം ഒഴിക്കുന്ന ബ്ലോക്ക് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് പള്ളിയിൽ കുറേ സ്ഥലത്തൊന്നും മൂത്രമില്ലാതെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ആവാതെ നമുക്ക് പള്ളി അടിപൊളിയായിട്ട് ശുദ്ധിയാക്കാം, ശരി. പക്ഷെ അയാൾ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താൽ അയാളുടെ മരണം വരെ മൂത്രസംബന്ധിയായ രോഗത്തിന് സാധ്യതയുണ്ട്. അത് ആ പാവത്തിന് പ്രയാസമല്ലേ? വേണ്ടാന്നുള്ളിടത്തോളം. അപ്പം നമ്മളൊരു സദസ്സിൽ നിന്ന് ഒരാളെ മെൻഷൻ ചെയ്തുകൊണ്ട് പ്രഭാഷണത്തിനിടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടോക്കിനിടയിൽ സംസാരിച്ച് നിന്ദിക്കുമ്പോൾ അയാൾ മുറിവ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ എന്ത് ദഅവത്താണ്? അയാളിൽ എന്തു മാറ്റം ഉണ്ടാവുക? കുറേ ആൾക്കാർക്ക് നമ്മുടെ വയൽ ഉപകരിച്ചെങ്കിൽ പോലും. അപ്പോൾ ഒരു ദഅവത്തിൻ്റെ ഒരു സ്വഭാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ സ്വഭാവം തന്നെ നമ്മൾ കൊണ്ടുവരണം. നന്നായിട്ട് കാമം അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു തെറ്റായ രീതിയിലുള്ള ചിന്ത തലക്ക് കയറിയിട്ട് ഒരാൾ വരുന്നുണ്ട്. അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്നോ അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നുമില്ല. സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും പ്രത്യേക പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിനോട് പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല എന്നർത്ഥം. മൂപ്പര് വന്നിട്ട് തിരുനബിയോർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാം സ്വീകരിക്കുക, പ്രശ്നമല്ല, പക്ഷെ എനിക്ക് വ്യഭിചാരത്തിന് പെർമിഷൻ വേണമെന്ന്. ആരോടാ ഇത് പറയുന്നു നോക്കി നിങ്ങൾ? ഏറ്റവും ശുദ്ധിയുള്ള ലീഡറോട്, ഏറ്റവും ശുദ്ധിയുള്ള പരിശുദ്ധരായ സ്വഹാബത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം? 500 രൂപ കടം തരുമോന്നല്ല, വ്യഭിചാരത്തിന് പെർമിഷൻ വേണം. വേറെ എന്ത് വേണമെങ്കിലും ഞാൻ അംഗീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്ന ഒരു രീതി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? അവിടെ ആറാബിയുടെ മൂത്രത്തിൻ്റെ വിഷയത്തിലായാലും വ്യഭിചാരത്തിൻ്റെ സംഭവം ചോദിച്ചു വന്ന ആളാണ്, എന്താണ് നീ പറയണത്, എനിക്ക് ഇല്ലേന്നല്ലേ നമ്മൾ ചോദിക്കുക, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട്, മോൻ ഇങ്ങോട്ട് വരും. മോന് വീട്ടിൽ പോകുമ്പോൾ മോൻ്റെ ഉമ്മയെ, പെങ്ങളെ, മകളെ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഭാര്യയെ വ്യഭിചരിക്കുന്നതായിട്ട് കണ്ടാൽ അയാളെ വകവരുത്തും. ഷുവർ, ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ മോന് വ്യഭിചരിക്കുന്നത് ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പെങ്ങളോ അഥവാ സഹോദരിയോ ഉമ്മയോ മകളോ ആ ഭാര്യയൊക്കെ ആയിരിക്കൂലേ? ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് നൽകിയിട്ട് പിന്നെ
അവിടുന്ന് നെഞ്ചിൻ്റെ മേലെ തടവിയിട്ടൊരു ദുആ, അല്ലാഹുമ്മ ത്വഹിർ ഖൽബ വഹസ്സിൻ ഫർജ, അള്ളാഹുവെ അവരുടെ രഹസ്യഭാഗത്ത് സൂക്ഷിച്ച് ഖൽബ് ശുദ്ധിയാക്കി പാപങ്ങളൊക്കെ പൊറുക്കണേന്ന്. പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് കാമം തലക്ക് കയറിയ ആള് ഇറങ്ങിപ്പോകുമ്പോൾ എന്താ ആവണത് എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വെറുപ്പ് വ്യഭിചാരത്തോടായി. ജീവിതത്തിൽ വഫാത്ത് വരെ ഈ സ്വഹാബി അന്യ പെണ്ണിനെ തിരിഞ്ഞോക്കിയിട്ടില്ല എന്നാ ചരിത്രം പറയണത്. എന്തായിരിക്കും അവിടുത്തെ ശുദ്ധി? ആ തസ്കിയത്തിന്റെ കോലം കണ്ട. കാമം തലക്ക് കയറിയ ആളെ 10 മിനിറ്റ് കൊണ്ട് ശുദ്ധി കലശം ചെയ്തില്ലേ? ഇതാണ് ദഅവത്ത്. ഇതാ ദഅവത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണങ്ങളൊക്കെ ഒരു കൂടിപ്പോയാൽ 8 മിനിറ്റ് ഏറെക്കുറെ അങ്ങനെയുണ്ട്. നമ്മുടെ സ്വാഗതം തന്നെ 3/4 മണിക്കൂറുണ്ടാവും, ആണല്ലോ ഉണ്ടാവുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദഅവത്തിൻ്റെ സ്റ്റൈല് എന്നാണോ നമ്മളിൽ നിന്ന് മാറുന്നത്, അപ്പോഴാണ് ദഅവത്തിന് ഫലം ഇല്ലാതിരിക്കുന്നത്. അവിടുത്തെ സ്വഭാവത്തെ നമ്മൾ ദഅവത്തിന് വേണ്ടി കൊണ്ടുവരണം. നിങ്ങൾ കണ്ടില്ലേ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരൻ്റെ ചാരത്തോട് നടന്നുവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഒരു ഫ്രീക്കൻ ചെക്കൻ. ആ ചെങ്ങയെ എടുക്കണ വുളു ശരിയല്ല. അയാളോട് മഹാന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കുത്തിയിരുന്നിട്ട് പറയണ്ടേ, ഐ ബുനയ്യ, എടാ കുഞ്ഞു മോനെ, അഹ്സിനിൽ വുളുവാ, വുളു നന്നാക്കും മോനെ, എങ്കിൽ യുഹ്സിനുക്കല്ലാ, അള്ളാഹു മോനെ നന്നാക്കുന്നു. അയാളുടെ മനസ്സിന് എന്തോ ഒരു കുളിർമ. ഇങ്ങനെ ഒരു ഉപദേശം എവിടുന്ന് കിട്ടിയില്ല. ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ടല്ലോ ചരിത്രം. നോക്കുമ്പോൾ ഷാഫി ഇമാം, അയാൾക്ക് എന്ത് ഷാഫി ഇമാം, അയാൾ വുളു നന്നാക്കി. ശേഷം എന്താ നടക്കുന്നത് വെച്ചാൽ അയാൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് ഷാഫി ഇമാമിൻ്റെ അടുത്ത് പോയിട്ട്, എനിക്ക് കുറച്ചുകൂടി ഉപദേശം വേണമായിരുന്നു, ഇഷ്ടമായി, നേരത്തെ ഉപദേശിച്ച് ഇഷ്ടമായി, കുറച്ചുകൂടി ഉപദേശം. അവസരം നോക്കിയിട്ട് 8 ഉപദേശം കൊടുത്ത് അയാൾ നന്നാവുന്നു. അത് കേട വ്യാഖ്യാനത്തിൽ വിശദീകരിച്ച് ചരിത്രമുണ്ട്. ഇവിടെയാണ് നമ്മളുണ്ടാവുന്നത്. നമ്മുടെ ദഅവത്തിന് ഫലം ഉണ്ടാവണം. അതിന് പേഴ്സണൽ ദഅവത്ത് കുറച്ചുകൂടി ഫലം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തേണ്ടടുത്ത് തിരുത്തും, പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് പറഞ്ഞു കൊടുക്കും. എല്ലാവരോടും ഒരുപോലെ അല്ല. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ചോദിക്കുന്നുണ്ട്, നിഅമർ റജുൽ അബ്ദുള്ള, അബ്ദുള്ള നല്ല മോനൊക്കെ തന്നെയാണ്, ബുഖാരിൻ്റെ ഹദീസാണല്ലോ. താജുദ് ഇൻഷാ അല്ലാഹ് ഓക്കെ, അത് അബ്ദുല്ലാഹിബ്നു ഉമർ അങ്ങളോടാണ് പറയുന്നത്. അതേസമയത്ത് വേറൊരു അറാബിയായ സ്വഹാബി വന്നപ്പോൾ ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, എന്താ നബി നിസ്കാരത്തിൽ ഫർളായിട്ടുള്ളത് 5 വക്ത്? ഇല്ല അയ്യത്തവ സുന്നത്ത് എന്നെ കൊണ്ടാവില്ല നബി. റമളാൻ നോമ്പ് ഫർളാണ്, ഓക്കെ. സുന്നത്ത് അതൊന്നും ആവില്ല നബിയെ. ഹജ്ജ് ഏതായാലും എനിക്കില്ല, സക്കാത്തും ഇല്ല. ഞാൻ ഫർള് നിസ്കരിക്കും, റമളാൻ നോമ്പ് നോക്കും. ഞാൻ എവിടെ ആയിരിക്കും? സ്വർഗത്തിൽ. ഓക്കെ. മൂപ്പര് പോകുമ്പോൾ തങ്ങൾ പറയുന്നുണ്ട് സ്വർഗത്തിലാണ്. പക്ഷെ അബ്ദുല്ലാഹിബ്നു ഉമർ അങ്ങളോടോ? അബ്ദുല്ലാഹിബ്നു ഉമർ അങ്ങൾ ജില്ലാ എക്സിക്യൂട്ടീവ് ആണ്, മൂപ്പര് സാധാ മെമ്പർഷിപ്പാണ്. അതാ കാര്യം. അത് രണ്ടായിരിക്കണം. ദഅവത്ത് എന്ന് പറയുന്നത് വ്യത്യസ്ത ശൈലിയിലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പണക്കാരുടെ വേക്കിലൊന്നും എന്നെ കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നതിലപ്പുറത്ത് അഷ്റാഫ് ഖുറൈശിനെ പരിഗണിക്കേണ്ടടുത്ത് നമ്മൾ പരിഗണിക്കണം. പിരിവിന് മാത്രമല്ല പണക്കാരുടെ അടുത്തൊക്കെ പോകേണ്ടത്. അവരുടെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞെടുക്കുന്നിടത്തേക്ക് പോയാൽ അവർക്ക് കുറച്ചുകൂടി നമ്മളോടെന്ന് പറഞ്ഞാൽ ഈ ദീനിനോട്, ഈ ആശയത്തോട് ഇഷ്ടം ഉണ്ടാവും. നമ്മുടെ ദഅവത്തിൻ്റെ സ്റ്റൈല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലിൽ നിന്ന്, ആ ഒരു സ്റ്റൈലിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, സമരം, ഉഹദ് പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിതീക്ഷ്ണമായൊരു പോരാട്ടമായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം സൃഷ്ടിച്ച ഒരു പോരാട്ടമായിരുന്നു ഉഹദിൽ. കുറച്ചുകൂടി പ്രയാസം ഉണ്ടാവാനുള്ള കുറേ കാരണങ്ങളിൽ ഒരു കാരണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പർവ്വതത്തിൻ്റെ മുകളിൽ കുറച്ച് മഹാന്മാരെ അവിടെ നിർത്തിയിരുന്നു. ഞാൻ പറയുമ്പോൾ മാത്രമേ ഇറങ്ങി വരണ്ടൂ എന്നാണ് ഓർഡർ. യുദ്ധം കഴിഞ്ഞൊന്നും പാവപ്പെട്ട ആ മഹാന്മാർ വിചാരിച്ചു, ഇറങ്ങി വന്നു. ആ പർവ്വതത്തിൻ്റെ മേലെ ശത്രുക്കൾ കയറി ആക്രമിച്ചു. മുസ്ലിങ്ങൾക്ക് കുറേ വിഷമങ്ങളുണ്ടായി. ഈ ഇറങ്ങി വന്ന സ്വഹാബത്തിൽ കൊല്ലപ്പെട്ടവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഈ ഇറങ്ങി വന്ന സ്വഹാബത്തിൽ ജീവിച്ചിരിപ്പുള്ള ഒരു അടുത്ത ജുമയൊക്കെ എങ്ങനെയായിരിക്കും പങ്കെടുക്കുക? എത്ര ആത്മസംഘർഷം ഉണ്ടാവും അവരുടെ മനസ്സിൽ. നിങ്ങളെ കൊണ്ട് എൻ്റെ ഹംസ റളിയല്ലാഹു കൊല്ലപ്പെട്ടു, ഉഹദിൽ 70 ആൾ കൊല്ലപ്പെട്ടു, എൻ്റെ കവിൾ തടത്തിന് മുറിവേറ്റു, പല്ല്, അങ്ങനെയൊക്കെ കുറേ അവർ വിചാരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രതിസന്ധിയോടുകൂടി ആത്മസംഘർഷത്തോടു കൂടി വരുന്ന സ്വഹാബത്തിനോട് എങ്ങനെ പെരുമാറാനാണ് അള്ളാഹു തങ്ങളോട് പറഞ്ഞത്? വശാവിർഹും ഫിൽ അംർ ഫബിമ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻത ലഹും എന്നുള്ള ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത് എന്നൊന്ന് സബബുൻ നുസൂൽ നോക്കി. വശാവിർഹും ഫിൽ അംർ, അവരോടുകൂടി കാര്യങ്ങൾ മുഷാവറ നടത്തണം. ഇനി എങ്ങനെയാണ് നമ്മുടെ ഇസ്ലാമിക പ്രബോധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആരോടെ ചോദിക്കണമെന്നറിയാം?
വളരെയധികം പ്രയാസം മനസ്സിൽ കൊണ്ട് നടന്ന സ്വഹാബത്തിനോട്. അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുശാവറ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാരിൽ ഒരാളാണ് ആയിഷ ബീവി. ആയിഷ ബീവിക്കെതിരെ ഒരാരോപണം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടൊക്കെയാണ് മുശാവറ നടത്തുന്നറിയോ? അലി റളിയല്ലാഹു അൻഹുവിനോടൊക്കെ. അലിയാറെ പിന്നെ എൻ്റെ ഭാര്യക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്, എന്താണ് തുടർത്തി കൊണ്ടുപോകണോ ഒഴിവാക്കണോ, എന്താണ് അലിയാരുടെ അഭിപ്രായം? അലിയാർ ആരാ? നബി തങ്ങളുടെ ജൂനിയറിൻ്റെ 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 ജൂനിയർ. നബി തങ്ങളുടെ 40-ാം വയസ്സിൽ ഇസ്ലാം പ്രബോധനം ആരംഭിക്കുമ്പോൾ അലിയാർ തങ്ങൾക്ക് 8 വയസ്സ്, ഒരഭിപ്രായത്തിൽ 10. ആ അലിയാരോട് അഭിപ്രായം ചോദിക്കാൻ മാത്രം നബി തങ്ങളുടെ മനസ്സ് അത്രയും വിശാലാണ്. അവിടെയാണ് നമ്മളുണ്ടാവേണ്ടത്. എനിക്കെല്ലാം അറിയാം, ഞാൻ കോഴ്സ് പൂർത്തിയാക്കിയാണ്, എന്തിനാ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ആ അഭിപ്രായം ചോദിക്കൽ പോലും ഒരു പ്രബോധനമാണ്. അത് പ്രത്യേകിച്ച് ഒരു സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവേണ്ടതാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഭാവ രീതി നമ്മൾ കീപ്പ് ചെയ്യണം. നിങ്ങൾ നോക്ക്, ഹുനൈൻ യുദ്ധം, അതിൻ്റെ ഇടയിൽ കുതിരപ്പുറത്ത് 2 ഭാഗത്തും കാല് ഇട്ടിട്ടിങ്ങനെ തങ്ങൾ ഇരിക്കുമ്പോഴേ, അവിടുത്തെ വാഹനത്തിലിരിക്കുമ്പോൾ ഒരു സഹാബി കുറച്ച് വലിയ ചെരുപ്പിട്ടിട്ട് വരുന്നുണ്ട് വാഹനപ്പുറത്ത് തന്നെ. വലിയ ചെരുപ്പിട്ടാലുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ചെരുപ്പ് എവിടെയെങ്കിലുമൊക്കെ തട്ടിയാൽ പെട്ടെന്ന് കാല് അറിഞ്ഞോളുന്നില്ല. അങ്ങനെ തങ്ങളുടെ കാലിന് 2-3 തവണ തട്ടി ഭയങ്കരമായിട്ട് തങ്ങൾക്ക് വേദനയായി. ഭയങ്കര വേദനയായപ്പോൾ തങ്ങളുടെ കയ്യിലുള്ള കുന്തം കൊണ്ട് മുസ്ലിം ദാരിമിയിൽ കാണാം, കാലിന് ജസ്റ്റ് ഒരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹി ഔജഅതനി, മോനെ എൻ്റെ കാലിന് വേദന ആയിടോ എന്ന് പറഞ്ഞു. ഈ സ്വഹാബിക്ക് അത് ഭയങ്കര വിഷമായി. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കൊണ്ട് വേദനിച്ചല്ലോ എന്നുള്ളിടത്ത് വലിയ വിഷമത്തോടു കൂടി ടെൻറ്റിലേക്ക് പോകുന്നു. രാത്രി ഉറക്കം വരുമോ? നമുക്കറിയാലോ, അവരുടെ ഒരു സ്വഹാബത്തിൻ്റെ സ്നേഹമല്ലേ. ഭയങ്കര വിഷമമായി. രാവിലെ പ്രതീക്ഷ പോലെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുമോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വിളി വരുന്നത്. നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കണ്ടെന്ന് പറഞ്ഞു. വിളിച്ചു. തങ്ങൾ പറഞ്ഞു, പിന്നെ നിൻ്റെ ആ ചെരുപ്പ് 2-3 തവണ തട്ടിയപ്പോഴേ എനിക്ക് നല്ല വേദന ആയതുകൊണ്ടാണ് കയ്യിലുള്ള കുന്തം കൊണ്ട് മോൻ്റെ കാലിന് തട്ടിയത്. പിന്നെ വിഷമായോ? ഞാനൊരു 80 ഒട്ടകപ്പുറം എടുത്തു വെച്ചിട്ടുണ്ട്, അത് മോന് എടുത്തോളി. മോനിക്ക് വിഷമായിട്ടുണ്ടെങ്കിൽ ആ 80 ഒട്ടകത്തിൽ അങ്ങോട്ട് കണ്ട ദ ലീഡർ. ഇവിടെയാണ് നമ്മുടെ ദഅവത്ത് എന്തുകൊണ്ട് ഫലിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ദഅവത്ത് എങ്ങനെ ആവണം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് പ്രഭാഷണങ്ങളിലോ ഉപദേശങ്ങളിലോ മാത്രം ഒതുങ്ങണില്ല. അവിടുത്തെ ഒരു ജീവിതമാണ് അവിടുത്തെ ദഅവത്ത് എന്ന് പറയുന്നത്. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, വതക്സിബുൽ മഅദൂം, ഇല്ലാത്തയാൾക്ക് തങ്ങൾ കൊടുക്കും. എന്താണോ ഇല്ലാത്തത് അയാൾക്ക് വേണ്ടത് കൊടുക്കും, എന്തായാലും കൊടുക്കും. അത് ഫി ഹയാത്തിഹി മാത്രമല്ല, വഫാത്തിന് ശേഷം. എത്ര പേർക്ക് അനുഭവം. ഞാൻ അങ്ങനെ ഒരു ഇസ്തിഗാസ തവസ്സുലിൻ്റെ ഒരു ലോകത്തേക്കൊന്നും അല്ല പോണത്. മിസ്ബാഹുൽ അലാം എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം കിതാബുണ്ട്. നിങ്ങൾ ഒരു സംഭവം നോക്കൂ, പിന്നെ സ്വഹാബത്തിൽ കുറച്ചുകൂടി കറുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് സൗന്ദര്യം ഇല്ലാതിരിക്കും എന്നൊന്നുമില്ലല്ലോ. പക്ഷെ ആ സ്വഹാബിക്ക് തീരെ സൗന്ദര്യമില്ല. കുറച്ചുകൂടി പിന്നെ വിരൂപനായ ഒരു സ്വഹാബി, കറുപ്പാണ്, വിരൂപനാണ്. അതോടൊപ്പം ഈ കണ്ണിൻ്റെ ഭാഗത്ത് വലിയൊരു മുഴയുണ്ട്. ആ സ്വഹാബിക്ക് കല്യാണം കഴിക്കണം എന്ന് പൂതി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ടാവും. കാരണം ആരും കല്യാണം കഴിപ്പിച്ച് തരൂല എന്ന് ഷുവറാണ്. പേര് ജുലൈബീബ് എന്നാണ്. ആ സ്വഹാബിയെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ജുലൈബീബ് കല്യാണം കഴിക്കണില്ലേ എന്ന്. ആര് കെട്ടിച്ചേരാൻ നബി ഈ ജുലൈബീബിനെ? ആര് കെട്ടിച്ചേരുന്നോ? ഞാൻ കെട്ടിച്ചേരും. ഏറ്റവും പണക്കാരനായ അൻസ്വാരിയുടെ ഏറ്റവും സുന്ദരിയായ മോളെ കെട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വതക്സിബുൽ മഅദൂം, അതാണ് ദാഇ. അതാണ് ശൈഖുന ഖമറുൽ ഉലമ ഉസ്താദിൻ്റെ ഒക്കെ ദഅവത്തിൻ്റെ ഒരു സ്റ്റൈല്. ഇല്ലാത്തവർക്ക് കൊടുക്കും എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കണ കുറേ പിന്നെ പുസ്തകം എഴുതുക, ലേഖനം എഴുതുക എന്നത് മാത്രമല്ലല്ലോ നമ്മുടെ ഒരു ദഅവത്തായിട്ടുണ്ടാവേണ്ടത്. നമ്മുടെ ഇടപെടൽ അത് വളരെ വളരെ പ്രധാനമാണ്. ആ വിഷയം വിശാലമായി പറയേണ്ടതാണ്. ഞാൻ അതിൻ്റെ ഒരു മേഖല തൽക്കാലം ഒരു സെമി കോളനിട്ട് നിർത്തുന്നു. മൂന്നാമത്തത്, ദഅവത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. വിവരമാണ്, വിവരം. ലോകത്ര പുരോഗമിച്ചാലും ഗ്രേറ്റസ്റ്റ് ആയ ആള് പൊന്മുളുസാനായിരിക്കും. അത് എത്ര വിവരം കൂടിയാലും പൊന്മുളുസാനായിരിക്കും കേരളത്തിലെ ആലിമീങ്ങളിൽ പണ്ഡിത കോൺഫറൻസിന് നേതൃത്വം നൽകുന്നത്. അത് വിവരത്തിൻ്റെ ഒരു പവറാണേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് എത്ര അപ്ഡേറ്റഡ് ആയാലും പൊന്മുളുസാനായിരിക്കും. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. അതൊരു പ്രധാനമല്ലേ? നമുക്ക് വിവരങ്ങൾ ഉണ്ടാവണം, എല്ലാ വിഷയത്തിലും നമുക്ക് പിടിപാടുണ്ടാവണം. ആരാണ് ഫഖീഹ് എന്നൊരു ചർച്ചയുണ്ട് കിതാബുകളിൽ. കുറച്ചുകൂടി നല്ലൊരു ചർച്ച മിൻഹാജുൽ ആബിദീൻ്റെ ഷറഹിൻ്റെ ആമുഖത്തിലുണ്ട്, നല്ലൊരു ചർച്ച. ഗസാലി ഇമാമിൻ്റെ മിൻഹാജുൽ ആബിദീന് മാ ഷറഹിഹി നമ്മുടെ ഒക്കെ ഒരു പഠനകാലത്ത് തന്നെ മുത്താല ചെയ്ത് തീർക്കേണ്ട ഒരു കിതാബാണ്. നമ്മളൊന്നും അല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ആ കിതാബ് നമ്മളെ എത്തിക്കും. അതിൽ പറയുന്നുണ്ട്, എല്ലാ അധ്യായത്തിൽ നിന്നും ഒരു ഉമ്മ നമുക്കുണ്ടാവണം. പൊന്മുളുസായിൻ്റെ ഭാഷ കടെടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ, എല്ലാ മസലയും കറക്റ്റ് ഏത് കിതാബിൽ എന്ന് തിരിയുന്നില്ലെങ്കിൽ പോലും എവിടെയാണ് ഉണ്ടാവുക, ഏത് ഭാഗത്ത് നോക്കിയാലാണ് എന്നെങ്കിലും നമുക്കൊരറിവുണ്ടാവണം. കറക്റ്റ് ഒരാൾ ഒരു മസല ചോദിച്ചാൽ ആ മസലക്ക് ഉത്തരം ഇപ്പോൾ ഓൺ ദി ടൈം കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഏതൊക്കെ കിതാബുകളിൽ നോക്കിയാലാണ് ഇതുണ്ടാവാൻ സാധ്യത എന്നൊരറിവെങ്കിലും സനതെടുത്ത് ഇറങ്ങുമ്പോഴേക്ക് നമ്മുടെ വിവരത്തിൽ ഉണ്ടാവണം. അതെങ്കിലും ഉണ്ടാവണം, ഏറ്റവും ചുരുങ്ങിയത്. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അധ്വാനമാണ്. ഈ ഏരിയയാണ് നമ്മൾ കൂടുതൽ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്നത്. അധ്വാനം. അധ്വാനിക്കാതെ സുഖിച്ചുകൊണ്ട് ഒരാൾക്ക് പോലും ഇൽമു കിട്ടൂല എന്നാണ് യഹ്യ ഇബ്നു അബീ കസീർ റളിയല്ലാഹു അൻഹു പറയുന്നത്. കാരണം ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, അധ്വാനിച്ചിട്ടാണ്. തഅല്ലും എന്ന് പറഞ്ഞാൽ തഫഅല ബാബല്ലേ, അധ്വാനിച്ചിട്ട് കിട്ടേണ്ടതാണ് വിവരം എന്ന് പറയുന്നത്. ഈ കാര്യം ഇതേ ആശയം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സുഖിച്ചിട്ട് ഒരിക്കലും ഇൽമു കിട്ടൂല, അധ്വാനിക്കണം. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ഒക്കെ ഒരു ലോകം നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ പരിചയമുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരെ പരിശോധിക്കുമ്പോൾ അവരുടെ ഒക്കെ ഒരു അധ്വാനത്തിൻ്റെ ലോകം. നവവി ഇമാമിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഗസാലി ഇമാം തങ്ങളുടെ വസീത്ത് എന്ന ഗ്രന്ഥത്തിലെ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചു. മുൻഗാമികളുടെ ഉദ്ധരണി ഉദ്ധരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. ഉദ്ധരിച്ച സമയത്ത് സമകാലികരായ ചില പണ്ഡിതന്മാർ നവവി ഇമാം തങ്ങളോട് പറഞ്ഞു, അങ്ങനെ വസീത്തിൽ ഉണ്ടോ, നിങ്ങൾ ഉദ്ധരിച്ചതിൽ ചെറിയ പിഴവുണ്ട്. അപ്പം നവവി ഇമാം പറഞ്ഞു, അതുനാസിഉനനി, നിങ്ങൾ എന്നോടാണോ തർക്കിക്കണത്? വഖദ് ത്വാലതുഹു 400 മറ, ഞാൻ ഗസാലി ഇമാമിൻ്റെ വസീത്ത് 400 തവണ മുത്താല ചെയ്തിട്ടുണ്ട്, A to Z. നവവി ഇമാമിന് എന്താ മെമ്മറി കുറവുണ്ടോ? എന്തിനാ ഈ 400 തവണ? എന്തിനാ ഇവർ ഈ മുദാക്കറത്തുൽ ഇൽമു അല്ലെങ്കിൽ ഈ ഒരു തക്കറാറ്? അവിടെയാണ് ഇമാമിങ്ങളുടെ ചരിത്രത്തെ നമ്മൾ കൂടുതൽ വായിക്കേണ്ടത്. ചില മഹാന്മാരെയൊക്കെ കണ്ടാൽ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തെ നമ്മൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഈ മഹാന്മാരുടെ ജീവിതം എങ്ങനെയാണ് ഇവർ ഈ രീതിയിൽ പാകപ്പെടുത്തി വെച്ചേക്കണ റബ്ബേ. ഇബ്നു അത്തിയ്യത്ത് റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി 700 തവണ മുത്താല ചെയ്താണ്. 700 തവണ. 7000-ന്റെ മേലെ ഹദീസ് ഉണ്ട് ആ ഗ്രന്ഥത്തിൽ. മഹാന്റെ ആകപ്പാടുള്ള പ്രായം 77. ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞാലല്ലേ ഒരു ബുഖാരിയൊക്കെ മുത്താല ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയ പ്രായമാവുക. എന്നാൽ തന്നെ മാസത്തിൽ ഒരു തവണ മുത്താല ചെയ്താൽ 60 കൊല്ലം മുത്താല ചെയ്യേണ്ടി വരും ഏകദേശം ഈ എണ്ണത്തിലേക്ക് എത്താൻ. ആകപ്പാട് ഇവർ ബുഖാരി മാത്രമല്ലല്ലോ മുത്താല ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഉണ്ടാവും ഒരാളുടെ ജീവിതത്തിൽ ബുഖാരി മാത്രം മുത്താല? അങ്ങനെ ഉണ്ടാവോ? ഇത് മുത്താല ചെയ്യണമെങ്കിൽ കുറേ വിവരങ്ങൾ ഉണ്ടാവണ്ടേ? എന്തിനാണ് ഇവർ 700 തവണയൊക്കെ മുത്താല ചെയ്തേക്കണത് റബ്ബേ? അവിടെയാണ് നമ്മളുടെ ഒരു പഠനത്തിൻ്റെ രീതിയെ നമ്മൾ പൊളിച്ചെഴുതേണ്ടത്. നമ്മൾ ഉസ്താദ് ക്ലാസ് ദർസ് ചൊല്ലിത്തരുമ്പോൾ തന്നെ 1-ാം ദർസിൽ നിന്ന് മറ്റോൻ അർത്ഥം വെക്കുമ്പോൾ കേൾക്കാലോ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ 1-ാം ദർസിൽ ചേർന്നാൽ പോരെ, മഗ്‌രിബിന് വരിക, ഇശാക്ക് പോവുക, ഷോർട്ട് ടൈം കോഴ്സ്, വളരെ സുഖമായില്ലേ മക്കളെ? നമ്മളേതായാലും പഠനത്തിൻ്റെ മേഖലയിൽ ഇറങ്ങി അധ്വാനിച്ച് പഠിക്കണം, നല്ല അധ്വാനിക്കണം. അബൂ ഇസ്ഹാഖ് ഷിറാസി റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞപ്പോൾ നല്ല വെളുവെളുത്ത ഡ്രസ്സ് ധരിച്ചതായിട്ട് ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. ആരോ ചോദിക്കുന്നുണ്ട്,
എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇസ്സുൽ ഇൽമി, ഇൽമിൻ്റെ പവറാണ്. അള്ളാഹു നമ്മളെയൊക്കെ മരണം വരെ ഈ ഇൽമിൻ്റെ ലോകത്ത് നിലനിർത്തി തരുമാറാവട്ടെ. ഇമാമിങ്ങളുടെ പേര് പറയുന്നിടത്ത് മലക്കളുടെ ഇറങ്ങി വരവ് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ദുആഇന് ഇജാബത്തും ഷുവറാണ്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ അബൂ ഇസ്ഹാഖ് ഷിറാസി തങ്ങൾ ഒരു ദർസ് ഉസ്താദിൻ്റെ അടുത്തുനിന്ന് ചൊല്ലിയാൽ 100 തവണ ഏറ്റവും ചുരുങ്ങിയത് അത് മുത്താൽ ചെയ്തിട്ടല്ലാതെ ഉറങ്ങൂല അത്രേ. യാ റബ്ബ്. കൻസുലുലുമ ചിത്താരി ഉസ്താദൊക്കെ നമ്മളോട് ക്ലാസ്സിൽ ഉസ്താദ് 1 മണിക്ക് മുന്നേ രാത്രി കാലത്ത് പഠനകാലത്ത് ഉറങ്ങാറില്ലെന്നും 3 തവണയൊക്കെ ഓരോ ഭാഗവും മുത്താല ചെയ്ത് തീർക്കാറുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. എന്തിനാ ഒരു കിതാബൊക്കെ 3 തവണ മുത്താല ചെയ്യുന്നത്? നമുക്ക് പിന്നെ ഹൈ മെമ്മറി ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ക്ലാസ്സിൽ കേട്ടാൽ മതിയല്ലോ അല്ലേ? എന്തും മുത്താല. അപ്പം നമ്മളൊന്ന് മാറണം, മാറിയേ മതിയാവും. ഈ അബൂ ഇസ്ഹാഖ് ഷിറാസി തങ്ങൾ തന്നെ ഒരു ഷാഹിദം ബൈത്ത് കണ്ടാൽ ഈ ബൈത്ത് ഏത് ഖസീദയിൽ നിന്നാണ് എന്ന് കണ്ടെത്തും. എന്നിട്ട് കണ്ടെത്തിയിട്ട് ഈ ഒരു ബൈത്തിന് വേണ്ടിയിട്ട് ഈ ഖസീദ ചിലപ്പോൾ 1000 വരിയൊക്കെ ഉണ്ടാവും. ഈ 1000 കാണാണ്ട് പഠിക്കും. മുഷാറക്കും മുനാദറക്കും അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഒരു ബസാറത്തിന് തെളിച്ചം കിട്ടാൻ, വിവരം കൂടാൻ, അപ്ഡേറ്റഡ് ആവാൻ. ഇതാണ് അബൂ ഇസ്ഹാഖ് ഷിറാസി റഹിമഹുല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിൽ കഴിഞ്ഞൊരു മഹാൻ. ചിലപ്പോഴൊക്കെ വസ്ത്രം മുഴുവനായിട്ട് ഉടുക്കാനില്ലാത്ത കാലത്ത് മതിലിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്തൊക്കെ നിന്നിട്ട് തല മാത്രം പുറത്തെടുത്തിട്ട് ദർശനം നടത്തി കൊടുത്ത ആളാണ്. വസ്ത്രം ഫുള്ളില്ല, അപ്പോൾ ശിഷ്യന്മാർ ശരീരം കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴും അവരുടെയൊക്കെ ഒരു പഠനത്തിൻ്റെ രീതി കണ്ടങ്ങൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ കിടന്നാൽ ഇൽമ എഴുതി വെക്കേണ്ടതും പുതിയ ആശയങ്ങൾ ഓർമ്മ വന്നിട്ടും അസ്വസ്ഥപ്പെട്ടിട്ട് 17 തവണയൊക്കെ ഒരു രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുതി വീണ്ടും ഉറങ്ങി വീണ്ടും ഞെട്ടി അങ്ങനെ വരാറുണ്ടെന്ന് തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിൽ നവവി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. നമുക്ക് ഉറക്കം വരണമെങ്കിൽ തന്നെ ചില ക്ലാസ്സിൽ ഇരിക്കണം, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം. പറയാനില്ലല്ലോ. നിങ്ങളെക്കുറിച്ചല്ല പറയണത്, മറ്റു ചില രാജ്യങ്ങളിലുള്ള കുട്ടികളെ കുറിച്ചാണ് പറയണത്. അവരെ നിങ്ങൾ എയർപോർട്ടിൽ നിന്നായിട്ട് കണ്ടാൽ ഒന്ന് പറഞ്ഞെടുത്തളിയുന്നു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കി ഇത്രയേ ഉള്ളൂ. അധ്വാനിച്ച് പഠിക്കണം മക്കൾ. അതിന് മുദാക്കറത്തുൽ ഇൽമ്, തക്രാർ. ഓരോ തവണ ഇമാമിങ്ങളുടെ കിതാബ് നോക്കുമ്പോഴും നമുക്ക് അള്ളാഹു വിവരം കൂട്ടിത്തരൂ എന്നുള്ള കാര്യം ഷുവറാണ്. കാരണം അവരുടെ കൈ കറാമത്തിൻ്റെ കൈയാണ്. അവരുടെ ജീവിതം അത്രയും ശുദ്ധിയുള്ള ജീവിതമാണ്. അവർ സ്വാലിഹീങ്ങളാണ്. അവരുടെ ജീവിതത്തെ അവർ അത്രമേൽ ചിട്ടപ്പെടുത്തിയവരാണ്. ഖാലി അബൂ ത്വയ്യിബ് റളിയല്ലാഹു അൻഹു 100 വയസ്സിന് മേലെ ജീവിച്ച മഹാനാണ്. സിയറു അലാമുൻ നുബലയിൽ കാണാം, ഉൻസുൽ മുഹളറയിൽ കാണാം. ആ മഹാനവറുകളോട് 100 വയസ്സിന് മേലെ ജീവിച്ചിട്ടും കാഴ്ചക്ക് ഭംഗമില്ല, കേൾവിക്ക് കുറവില്ല, ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന കണ്ടപ്പോൾ ഈ ഖാലി അബൂ ത്വയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ ആരോഗ്യം കിട്ടിയത്? എൻ്റെ പക്വത എത്തിയ കാലം മുതൽ എൻ്റെ അവയവം കൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നതാണ് മഹാൻ പറയുന്ന മറുപടി. മക്കളെ, റജബാണിത്. ഈ റജബോടുകൂടി നമുക്കൊരു പുതിയ ജീവിതം ചിട്ടപ്പെടുത്താൻ പറ്റണം. അവരുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ക്രമം കണ്ടോ? പ്രായപൂർത്തിയായ കാലം മുതൽ എൻ്റെ അവയവം കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തപ്പോൾ അള്ളാഹു എൻ്റെ അവയവത്തിന് നല്ല ശക്തി തന്നു. എന്താ രസം കേൾക്കാൻ. അൽബിദായത്തു വന്നിഹായിൽ കാണാം, കപ്പൽ കരയോടടുപ്പിക്കുമ്പോൾ മഹാനവറുകൾ ചാടും അത്ര കരയിലേക്ക്. വയസ്സ് 100. ഫഉത്തിബ അലാ ദാലിക, അതിൻ്റെ മേൽ നാട്ടുകാർ ആക്ഷേപിച്ചു. ഒരു ചെറുപ്പക്കാരൻ ചാടിയാൽ തന്നെ കാലൊടിഞ്ഞു പോകുമല്ലോ, നല്ല ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അതിന് മഹാൻ്റെ മറുപടി, എൻ്റെ അവയവത്തിന് അത്രയും ശക്തിയുണ്ട് എന്നാണ്. ഞാൻ തെറ്റ് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് അള്ളാഹ് തന്നതാണ്. ഇത് ഖാലി അബൂ ത്വയ്യിബ് തങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് ഫുഖഹായിൻ്റെ ചരിത്രത്തിൽ ഇത് കാണാം. ഖാലി അബൂ ത്വയ്യിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം മാത്രമല്ല ഇത്. നിങ്ങൾ നോക്കൂ, ഖാലി അബൂ ഷുജാ റളിയല്ലാഹു അൻഹു ഷാഫി ഫഖീഹന്നല്ലേ, 160 വയസ്സ് വരെ ജീവിച്ചു. റൗളയുടെ കുറച്ച് അപ്പുറത്താണ് ഖബർ. ഹാഷിയത്തുൽ ബുജൈരിബിയുടെ 1-ാം വള്ളിയത്തിലുണ്ട് ഇത്. മഹാനവറുകൾക്കും സമാനമായി വലിയ ആരോഗ്യം കിട്ടിയപ്പോൾ മഹാനു നൽകിയ മറുപടി ഇതാണ്, പ്രായപൂർത്തിയായ കാലം മുതൽ ഞാൻ ശുദ്ധ ജീവിതം നയിച്ചപ്പോൾ അള്ളാഹ് തന്ന സമ്മാനമാണ്. റംലി ഇമാം റളിയല്ലാഹു അൻഹു നമ്മൾ ഏറെ പരിചയമുള്ള മഹാനാണ്. ഈ റംലി ഇമാമിൻ്റെ വാപ്പ വഫാത്തായപ്പോൾ റംലി ഇമാം പറയുന്നുണ്ട്, എൻ്റെ വാപ്പ വഫാത്തായിട്ടുണ്ട്, എല്ലാവരും ജനാസസ്കാരത്തിന് വരണം. എൻ്റെ വാപ്പ ആരാ നിങ്ങൾക്ക് മനസ്സിലായില്ല? ഖദ് സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി,
ജീവിതത്തിൽ ആരെയും പ്രയാസപ്പെടുത്താത്ത ആളാണ്. ഖത്തീബ് ഷിർബീനിയെ തങ്ങളെ തൊട്ട് ഇബ്നു ഹജറങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 40 കൊല്ലും 10 കൊല്ലും 20 കൊല്ലും 30 കൊല്ലമൊക്കെ ജീവിച്ചവർ പറയുന്നുണ്ട് ഒരു കറാഹത്ത് വരെ ചെയ്യാത്തവരാണ്. നമ്മുടെ ഫുഖഹ തന്നെയാണ് ഏറ്റവും വലിയ സൂഫിയാക്കൾ. അവരത്രയും മെമ്മറി ഉണ്ട്. എന്നിട്ട് എന്തിനായി ആവർത്തിച്ച് അവർ വായിച്ചതും പഠിച്ചതും? അവർക്കറിയാം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ത്വലബിൽ ഇൽമ്. അറിവ് ശേഖരണത്തേക്കാൾ കൂടുതൽ പ്രതിഫലമുള്ള എന്ത് കാര്യമാണ് ലോകത്തുള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, നമ്മൾ കൂടുതൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം. സമയം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിപത്തതാണ് സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തുക. ഡിവൈസുകളിൽ കണ്ണും നട്ടിരുന്ന് കാലം തീർക്കുക. ഒരാളെ അള്ളാഹു ഒഴിവാക്കിയതിൻ്റെ അടയാളാണല്ലോ മിൻ അലാമത്തി ഏറാളില്ലാഹി തആല. അള്ളാഹ് ഒരാളെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് സമയം കളയുക എന്ന് പറയുന്നത്. അത് നമ്മൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ ഓരോ സമയം കഴിയുമ്പോഴും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചില മഹാന്മാരൊക്കെ അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഖബർ കുഴിച്ചു വെക്കും. എന്തിനെന്നറിയാം? അമലുകൾ ചെയ്യാൻ വല്ല മടിയുണ്ടായാൽ, സുന്നത്തസ്കരിക്കാൻ ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടായാൽ അവർ വേഗം ഖബറിലേക്ക് ഇറങ്ങിയിട്ട് കിടന്നിട്ട് സ്വന്തം ശരീരത്തോട് പറയും, നീ ഖബറിൽ ഇതേപോലെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അമൽ ചെയ്യാൻ പറ്റൂല, ഒന്നും പറ്റൂല. അതുകൊണ്ട് അന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അല്യൗമ അമലുൻ വദൻ ജസാഉൻ. പ്രതിഫലം പിന്നെ, ഇന്ന് അമലിൻ്റെ ലോകമാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത് ശരിക്ക് ഉറങ്ങിത്തീർക്കാനും വാട്സപ്പിൽ കളിക്കാനുള്ള സമയമാണ്. കളിത്തമാശകളും ഉറങ്ങലൊക്കെ ശരിക്കുള്ളത് ഒരു വേറെ ലോകം വരാനില്ലേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 5-6 ലോകമുണ്ട്. ഒന്ന് റൂഹിൻ്റെ ലോകം, അത് കഴിഞ്ഞു. 2 ഉമ്മൻ്റെ ഗർഭാശയം ആൻഡ് ഓൾസോ, അതും കഴിഞ്ഞു. 3 ഈ ദുനിയാവ്. 4 ഖബർ. 5 ജസാ ഹിസാബിൻ്റെ ലോകം. 6ാമത്തെ ജസാഇൻ്റെ ലോകം, പ്രതിഫലത്തിന്. ഈ 6 ലോകത്തിൽ ആകപ്പാടെ പണിയെടുക്കേണ്ട ലോകം ദുനിയാവേ ഉള്ളൂ. ഇവിടെ ഉറങ്ങിയാലോ? അതിന് ദലീലും എന്ത്? നൗമുൽ ആലിമി ഇബാദത്തുൻ. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ആശയം എന്ന് പറയുന്നത് ആലിമ് ഉറങ്ങേണ്ട സമയത്ത് പോലും ഇബാദത്ത് എടുക്കുമെന്നാണ്. കാരണം അതാണ് മുൻഗാമികളിൽ നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ഒരു മഹാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നാലിന്ന മഹാൻ ഇത്ര കൊല്ലം ഉറങ്ങിയുണ്ട്, അള്ളാഹു വലിയ സൂഫിയാക്കിയത്. അസ്ഹാബുൽ കഹ്ഫുകാരെ ഉറക്കിയത് ഓരെ സൂഫിയാക്കാനൊന്നുമല്ല, ബാക്കിയുള്ളവർക്ക് വിശ്വാസം ദൃഢമാക്കി കൊടുക്കാനാണ്. ഭക്ഷണവും ഉറക്കും എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവരുന്നത് അന്നാണ് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുക എന്ന് സൂഫിയാക്കൾ എല്ലാവരും എഴുതി വെച്ചില്ലേ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഇന്നാലിന്ന മഹാൻ ഡെയിലി 18 ചപ്പാത്തിയും 2 ഇഡ്ഡലിയും 4 പൊറോട്ടയും തിന്നുന്ന മഹാനാണ്. കേട്ടിട്ട് നിങ്ങൾ? കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ. ഞാൻ വിഷയത്തിൽ നിന്ന് മാറാനല്ല, നമ്മൾ കുറച്ചുകൂടി വിഷയത്തെ കാര്യഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളണം. ഉറങ്ങേണ്ട ലോകം ഖബറല്ലേ? അന്നൗമ ഇലൽ ഖബർ. 4 കാര്യത്തെ നിങ്ങൾ 4 സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ വജദൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിലൊന്ന് അന്നൗമ ഇലൽ ഖബർ. ഉറക്കിനെ ഖബറിലേക്ക് മാറ്റി വെക്കണം. ഉറക്കിനെ ഖബറിലേക്ക് മാറ്റി വെക്കണം. അവിടുന്ന് ഖബറിലെത്തിയ ഉടനെ ചോദ്യമൊക്കെ ഉത്തരമൊക്കെ ക്ലിയർ ആണെങ്കിൽ നം കനൗമത്തിൽ റൂസ്, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെയല്ലേ ഉറങ്ങേണ്ടി, ഇവിടെ പണിയെടുക്കല്ലേ വേണ്ട. അതുകൊണ്ടാണല്ലോ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അധികം ഒന്നും ജീവിതത്തിൽ ചിരിക്കില്ലത്ര. വഫാത്തിൻ്റെ സമയത്ത് ചിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, ജാമി കറാമത്തിൽ ഔലിയായിൽ കാണാം, നിങ്ങളെന്താ ചിരിക്കണത്? ലി മിസ്ലി ഹാദാ ഫല്ലി അമലില്ലാമലു. ഇങ്ങനെ ചിരിക്കണമെങ്കിൽ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുക്കണം. അല്ലാതെ നാളെ മറ്റന്നാൾ കോളേജിലേക്ക് പോകേണ്ട വർഷമായി, റമദാൻ ആവാറായി. അപ്പോൾ ഏറ്റവും മുതിർന്ന കുട്ടികൾ സീനിയേഴ്സ് ചിന്തിക്കുകയാണ്, വല അദ്ദത് മിനൽ ഫിഅലിൽ ജമീലി ഖിറ ലൈഫിൻ അലമ്മ ബിറസിൻ ഗൈറ മുത്തച്ചിമി. ഞാൻ പോവാനായി അല്ലേ, എത്ര പെട്ടെന്നാ തീർന്നത്. അന്നങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല, കൂത്തിയിരുന്ന് പഠിക്കൽ തന്നെ. ഇപ്പോൾ ഏതൊരു കോളേജിലെയും സംവിധാനത്തിലെയും സീനിയേഴ്സ് എത്രത്തോളം കഠിനാധ്വാനികളാണ് ബാക്കിയുള്ളവർ ക്ലിയർ ആയിക്കോളും.
നിങ്ങൾ ഏത് കോളേജിൽ എടുത്ത് നോക്കിയാലും മതി. സീനിയേഴ്സ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവരാണെങ്കിൽ ബാക്കിയുള്ളവർ അധ്വാനിക്കാൻ ഇനി ഒരു വയലോ യൂട്യൂബിൻ്റെ ലിങ്കോ കളർ ബ്രോഷറോ വേണ്ട, അവരധ്വാനിച്ചോളൂ, ഇൻഫ്യാലം നടന്നോളൂ. സീനിയേഴ്സ് ഉസ്താമാരോടുള്ള ബഹുമാനം പോലെ ഇരിക്കും ജൂനിയേഴ്സിൻ്റെ കഥ. കാരണം നമ്മൾ പിന്നെ എന്താ പറയുക, ഗൈഡ് ഹിദായത്ത് കൊടുക്കുന്നവരാവാനുള്ള സാധ്യതയുണ്ട്, ലാലാവാനുള്ള മുള്ളിലാവാനുള്ള സാധ്യതയുണ്ട്. രണ്ട് പോസിബിലിറ്റിയും കിടക്കുന്നുണ്ട് എന്നർത്ഥം. വൈകുന്നേരങ്ങളിൽ അടക്കം നല്ല മുത്താല ചെയ്യുന്ന മക്കളാണ് സീനിയേഴ്സ് എങ്കിൽ ജൂനിയേഴ്സിന് ഇങ്ങനെ വൈകുന്നേരം കളിക്കാൻ പോകണമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല ചില കുട്ടികൾ ഉദാഹരണം പറഞ്ഞാൽ ഭയങ്കര അദബുള്ളവരൊക്കെ ആയിരിക്കും. എങ്ങനെ പ്രത്യക്ഷത്തിൽ നിസ്കരിച്ചാൽ ഉസ്താദിൻ്റെ അടുത്ത് ഇരിക്കാനൊന്നും ഒരിക്കൽ തോന്നൂല, വേക്കോട്ടേക്ക് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ കാണും. ആ വേക്കോട്ടേക്ക് ഇരുന്നവനോട് ഉസ്താദ് വിളിച്ചിട്ട് വാ എനിക്ക് രാവിലെ നാട്ടിൽ പോകേണ്ടി വന്നു, നീ ഫത്തുൽ മീൻ്റെ ടീമല്ലേ, അതെ ഇന്ന് 5 മണിക്ക് 6 മണി വരെ ഫത്തുൽ മീൻ. അപ്പോൾ ഈ അദബോട് കൂടി ബേക്കിലിരുന്നവൻ ഇത് കേട്ടപാട് പിന്നെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാം, മറമ്പിറങ്ങ പറ്റുക. എങ്ങനെയുണ്ട്, ഏതാ അദബല്ലേ? അത് തിരുവനങ്ങാടി വാപ്പുസ്ത പറഞ്ഞെടുത്ത കാര്യം. അദബ് ഖൽബിൽ, ചിലപ്പോൾ അവിടെ ഇരുന്നാൽ തന്നെ ഖൽബിൽ അദബ്, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ അതിലേക്ക് വരും. സമയം കളയാത്തൊരു ജീവിതം, അതാണ് ഏറ്റവും പ്രധാനം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണ സമയത്താണ്. ഫുഡ് കഴിക്കണ സമയമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ. അതിന് കാരണം പറയണത് പിന്നെ ഫൈനൽ വഖ്ത വസ്സമാന അസീസ്, സമയം വളരെ വിലപ്പെട്ടതാണല്ലോ. ഫുഡ് കഴിക്കണ സമയത്ത് കിതാബ് എഴുതാനോ കിതാബ് മുത്താല ചെയ്യാനോ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റാസിമാമിൻ്റെ വായിൽ നിന്നൊരു വിവരം വീഴുമ്പോഴേക്ക് 300 ശിഷ്യന്മാരൊക്കെ അടുത്ത് യാത്രയിലൊക്കെ ഉണ്ടാവുന്ന ചരിത്രം പറയണത്. അത്രയും കൂടുതൽ നല്ല നല്ല ആശയങ്ങൾ അവരുടെ ചുണ്ടിൽ നിന്ന് വീഴുമ്പോൾ എഴുതിയെടുക്കാൻ. നമ്മൾ നിലവിലുള്ള ക്യാൻറ്റീനിലെ ഫുഡിൻ്റെ പുറമെ അതിൻ്റെ പുറമേ തട്ടുകടയിൽ പോവും വേറെ എക്സ്ട്രാ കഴിക്കാൻ. എന്നിട്ട് ഒരു 4 ആൾ പോസ്റ്റ് ചെയ്താൽ ഫഖദ് ഫാസ ഫൗസൻ അലീമ, പറയാനില്ലല്ലോ. നമ്മൾ കുറച്ച് മാറണം. നമ്മളെ മഹാന്മാരൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വൈകുന്നേരങ്ങളെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ബാക്കി സമയങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും എന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്തെ മാത്രം മെൻഷൻ ചെയ്തത്. സമയം കളയാത്തൊരു ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ 2 ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ മാത്രമല്ല, ചെറിയ റിസാലകൾ നിങ്ങൾ എന്തായാലും മുത്താലയാണ്. ഒന്ന് ഹിഫ്ളുൽ ഉംർ, മറ്റൊന്ന് മവാസിമുൽ ഉംർ. ഒരു അരമണിക്കൂറിനുള്ളിൽ 2 മുത്താല ചെയ്ത് തീർക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു സെക്കൻഡ് ജീവിതത്തിൽ കളയരുത്. അത്രയും വൃത്തിയിൽ തുറന്ന് എഴുതുന്നുണ്ട് എന്താണ് നമ്മൾ സമയം കളഞ്ഞാൽ ഉണ്ടാവുന്ന വിപത്തുകൾ എന്നതിനെ കുറിച്ചിട്ട്. മഹാന്മാർ സമയത്തെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് അതിൽ പറയുന്നുണ്ട്. അംർ ബിൻ അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു ഡെയിലി 100 കണക്കിന് റക്അത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. ആ മഹാനോട് ഒരാൾ കുറച്ച് സംസാരിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ മഹാൻ്റെ തിരിച്ചുള്ള മറുപടി എന്താ അറിയാം? അംസിക്ക് ശംസ, സൂര്യനെ പിടിച്ചു വെക്കൂ, സൂര്യൻ കറങ്ങുകയും ചെയ്യുക, എൻ്റെ സമയം നഷ്ടപ്പെടുകയും ചെയ്യുക, എന്നിട്ട് സംസാരിച്ച് സമയം കളയാനോ? നടക്കൂല. സൂര്യനെ പിടിച്ചു വെച്ച് എൻ്റെ സമയം കളയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ എന്നാണ് പറയണത്. നവഇമാമിൻ്റെ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ വന്നാൽ ഒരു കിതാബ് കൊടുക്കല, അയാൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ കുത്തിയിരുന്ന് നോക്കുമല്ലോ. ഇല്ലെങ്കിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് പത്രം എല്ലാം കിട്ടിയാൽ ചില ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ചിത്രം നോക്കിയിട്ട് പോണ പോലെ കിതാബ് മറിച്ച് നോക്കിയിട്ട് പോകും. നവഇമാമിൻ്റെ സമയം നഷ്ടപ്പെടാതിരിക്കുക. കോടമ്പുഴ ബാവുസ്താദ് എഴുതി വെച്ച പോലെ സമയം വിലപ്പെട്ടതാണെന്നുള്ളിടത്തോളം. നൂറുൽ ഉലമ MA ഉസ്താദിൻ്റെ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ പോയാൽ ആവശ്യം കഴിഞ്ഞ ഉടനെ നൂറുൽ ഉലമ ഉസ്താദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേറൊന്നുമില്ലല്ലോ, അതിൻ്റെ അർത്ഥം ഒന്ന് പോയി തരുമോ? നമുക്ക് ഒരാളെ കിട്ടാനാണ് കളിക്കുന്നത്. വാട്സപ്പിൽ ആരെങ്കിലും ഓൺലൈനിലുണ്ടെങ്കിൽ ഹായ് ഉറങ്ങുന്നില്ലേ, പിന്നെ എങ്ങനെ ഉറങ്ങല് അമ്മ അങ്ങനെ ചോദിച്ചാൽ? നവഇമാം സക്കറിയ അൻസാരി തങ്ങൾ, കോടമ്പുഴ ഉസ്താദ്, നൂറുൽ ഉലമ ഉസ്താദ് എല്ലാം ഉള്ള ആളെ ആവശ്യം കഴിഞ്ഞിട്ട് വേഗം വിടുമ്പോൾ നമ്മൾ അബുദാബി നാളെ വലിക്കിയത് ഇങ്ങോട്ടേക്ക് ഉറങ്ങണില്ലേ. നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പെട്ടുകൊണ്ട് നമ്മളുടെ കാലം കളയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ അടിക്കേണ്ടി വരും. സമയം നഷ്ടപ്പെടുത്തുന്നവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടും.
അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ വില തിരിച്ചറിയാത്ത ആളാണ് സമയം നഷ്ടപ്പെടുന്നത്. ജീവിതത്തിൻ്റെ വില, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ നഷ്ടപ്പെട്ടു. 500 രൂപ നഷ്ടപ്പെട്ടു. നമ്മൾ കുറേ നേരം പരതും, ചെയർ മൊത്തം എടുത്തു വെക്കുകയും ചെയ്യും, മൊത്തം നിരത്തുകയും ചെയ്യും. ഒരു 500 രൂപയ്ക്ക് വേണ്ടിയിട്ടേ. എങ്ങനെ കിട്ടണില്ല? പിന്നെ സ്റ്റേജിൽ നിന്ന് ആരോ അനൗൺസ് ചെയ്യാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല. പള്ളിയിൽ പോയി അസറിസ്കാരൊക്കെ ഭയങ്കര ഖുശുവായിരിക്കും, ഷുവറാണ്. തിരിച്ചു വന്ന് ഒന്നും കിട്ടണില്ല. പിന്നെ ആരോടോ ചോദിച്ചാൽ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു യാ ജാമി യാ അല്ലാ 156 വളരെ ഇഖ്ലാസോട് കൂടി ചൊല്ലി, കിട്ടിയിട്ടില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ആരോ പറഞ്ഞു കൊടുത്തു അയാൾ, പിന്നെ ഖാനമാക്കാന ഫാത്തമ ഫാത്തമ മിസ്സായി പോകട. അപ്പോൾ അയാൾ വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാണുന്നു, ഒരു സംഖ്യ വീണ് ഇട്ടിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യാൻ എന്നിട്ട് നമ്പർ. അപ്പോൾ നമ്മൾ അതിൽ വിളിക്കോ ഇല്ലയോ? ഷുവർ വിളിക്കും. ഖാന ഫാത്തമ ഫാത്തയിൽ എവിടെ പോയി? അതൊക്കെ വെറുതെ 500 എന്ന് പറഞ്ഞ ഉസ്താദിനറിയില്ല അതിൻ്റെ ഒരു വില അല്ലേ. ഒരു 500 നഷ്ടപ്പെട്ടതിൽ നമ്മൾ ഇത്രമാത്രം താല്പര്യവും അതിൻ്റെ മേൽ നമ്മൾ കെട്ടിമറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് കുറച്ച് സമയം നഷ്ടപ്പെട്ടാൽ നിനക്കെന്താ അതിൻ്റെ പേരിൽ ടെൻഷൻ ഇല്ലാത്തത്? കുറച്ച് അധികം ഉറങ്ങിപ്പോയി, പെട്ടെന്ന് ഒന്ന് ഇരുന്നപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി, നമുക്കെന്താ ടെൻഷൻ ഇല്ലാത്ത? നവവി ഇമാമിൻ്റെ ബയോഗ്രഫി പരിശോധിച്ചാൽ ഉറക്കിനെ കുറിച്ച് പറയുന്ന ഭാഗം വളരെ വളരെ കുറവാണ്. നവവി ഇമാമിനെ കുറിച്ചിട്ട് ഒരുപാട് മനാക്കിബിൻ്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതിൽ നവവി ഇമാമിനെ കുറിച്ചിട്ടുള്ള ഉറക്കിനെ കുറിച്ച് പറയുന്ന ഭാഗം വളരെ കുറവാണ്. മഹാനവറുകളുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ, നല്ല ഉറക്കം വന്നാൽ ഒന്ന് ഏതെങ്കിലും ഒരു തൂണിനോ ചുമരിനോ ഒക്കെ ചാരി ഇരുന്നിട്ട് കുറച്ചൊന്ന് കണ്ണ് കൂട്ടിയിട്ടൊന്ന് വാങ്ങും, എന്നിട്ട് എന്നെ ടെൻഷനാവില്ല, അല്ലാ അധികം ഉറങ്ങിപ്പോയോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അധ്വാനമുള്ളവരാവുകയും സമയം കളയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്, വളരെ പ്രധാനം. അല്ലാതെ ഒന്നും ഇത് കിട്ടില്ല. നമുക്ക് തോന്നും നമ്മൾ ഒറ്റയടിക്ക് മെമ്മറിയിലേക്ക് കയറുന്നുണ്ട്, അതൊക്കെ വേഗത്തിൽ ഡിലീറ്റ് ആവാനും സാധ്യതയുണ്ട്. ആവർത്തിച്ച് പഠിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത് അയാൾക്ക് കിട്ടും. ഷാഫി ഇമാമിൻ്റെ ശിഷ്യന്മാരിൽ ചിലരെ കുറിച്ചിട്ട് തബക്കാത്തു ഷാഫിയ്യത്തിൽ കുബറയിൽ കാണാം. ഷാഫി ഇമാം ഒരു മസല പറഞ്ഞു കൊടുത്തു റബീ റളിയല്ലാഹു അൻഹുവിന്. ഇല്ല, 2, 3, 4, 5, 100 എത്രയോ പറഞ്ഞു കൊടുക്കും അത്രേ. അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവും. ഒരു ഘട്ടത്തിൽ പിന്നെ 40 തവണ പറഞ്ഞു കൊടുത്തിട്ടും ശിഷ്യന് മനസ്സിലാണില്ല. ശിഷ്യന് വിഷമാവെന്ന് കണ്ടിട്ട് ഷാഫി ഇമാം റൂമിലേക്ക് വിളിച്ചു. 41 മനസ്സിലാണില്ല, 42 മനസ്സിലായി. അപ്പം ആ ശിഷ്യൻ്റെ ഉസ്താദിൻ്റെ ഊക്കങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ശിഷ്യനാണ് ഷാഫി ഇമാമിൻ്റെ മൊത്തം ഇൽമു മനപ്പാടാക്കിയിട്ട് അടുത്ത തലമുറക്ക് കൈമാറുന്നത്. അധ്വാനിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കും. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബലന, വഴി അല്ലാഹു തെളിയിച്ചു കൊടുക്കും. അധ്വാനിക്കണം നമ്മൾ നന്നായിട്ട്, നല്ല അധ്വാനമുള്ളവരാണ്. അത് എല്ലാത്തിനേക്കാളും പ്രാധാന്യം ഇൽമിനായിരിക്കും, എല്ലാത്തിനേക്കാളും. അതുകൊണ്ടാണല്ലോ മറ്റെല്ലാ ഇബാദത്തുകളെക്കാളും പ്രാധാന്യം ഇൽമിന് കൊടുക്കണം. മുത്തഅല്ലിമീങ്ങൾ അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. മറ്റൊന്നും ചിന്തിക്കുക, മരണം വരെ ഓർക്കൽ സുന്നത്തില്ല എന്ന് പറയുന്നത് ഇൽമിനെ തടസ്സമാവും വിധത്തിലുള്ള ഓർക്കലാണ് കേട്ടോ. അതാണ് ആ പറയുന്നതിൻ്റെ ഒരു താല്പര്യം. ഒരാൾ ക്ലാസ്സിൽ വരുന്നില്ല, ഉസ്താദ് ചോദിച്ചു എന്താടാ അൽഫിൻ്റെ ക്ലാസ്സിലില്ലല്ലോ? ഉസ്താദ് ഞാൻ എന്തായാലും അൽഫിൻ്റെ ക്ലാസ്സിൻ്റെ ഇടക്ക് മരണപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ സൂഫിസത്തിൻ്റെ അങ്ങേയറ്റം എത്തുന്ന ചില പിള്ളേരും ഉണ്ട്. ദർസ് പെട്ടെന്ന് ഒരാഴ്ച ലീവ് കൊടുത്തപ്പോൾ പിന്നെ വരുന്നില്ല. എന്തേ ഉസ്താദ് എനിക്ക് പഠനത്തിൽ ഖുശൂ കിട്ടണില്ല. അങ്ങനെ ഉണ്ടോ? ചില ആളിപ്പോൾ സംഘടനാ പ്രവർത്തനമൊക്കെ നിർത്തിയിട്ട് ഈ എന്താണ് SSFലൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ, ഞാനാദ്യം നന്നാണ്ട് എന്നിട്ടല്ലേ അന്ന് നീ നന്നായി കഴിഞ്ഞിട്ട് ഒന്ന് മിസ്സടിക്കട്ടാ, അല്ല കൗൺസിൽ നടത്താൻ വേണ്ടിയിട്ടാണ്. മക്കളെ, ഇത് നന്നാവലിൻ്റെ ഒരു മേഖലയല്ലേ ഇത്. ആദ്യം നമുക്ക് ഈ ഇഖ്ലാസൊന്നും വല്ലാതെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഗസാലി ഇമാമല്ലേ സൂഫി ലോകത്തെ ചക്രവർത്തി. ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കോളേജിലേക്ക് പോകുന്നത്. ഫുഡ് കുറേ കിട്ടിയപ്പോൾ ഇൽമും കിട്ടി, ഇൽമിൻ്റെ ടേസ്റ്റ് ഏറ്റവും വലുതായി, പിന്നെ ഫുഡ് വേണ്ടാണ്ടായി. അങ്ങനെ തന്നെ അല്ലേ? ദിക്ർ ഹൽക്കക്ക് ചോറ് ഉണ്ടാകുമ്പോൾ കുറച്ചാൾ വരും. അങ്ങനെ വന്ന് ദിക്റിൻ്റെയും നസീഹത്തിൻ്റെയും ഒക്കെ മാസ്മരികതയിൽ അവർക്ക് പിന്നെ ചോറ് വേണ്ടാണ്ടാവും. അങ്ങനെ തന്നെയല്ലേ കാര്യം. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആവരുതല്ലോ. ഞാൻ പറഞ്ഞു വന്ന ആശയം ഇത്രയേ ഉള്ളൂ. നമ്മൾ അധ്വാനിക്കുന്നവരാണ്,
ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇൽമിന് കൊടുക്കണം, എല്ലാത്തിനേക്കാളും. നിങ്ങൾ നോക്ക്, നമ്മളൊരു ഹദീസ് എപ്പോഴും കേൾക്കാറുണ്ട്. ഒരാൾ മരിച്ചാൽ 3 കാര്യങ്ങൾ അയാൾക്ക് ബാക്കിയാവും. ഒന്ന് ഇൽമു യുൻതഫഉ ബിഹി, വലദുൻ സാലിഹു യദഉ ലഹു, സദഖത്തുൻ ജാരിയ. ശരിക്കും നമ്മുടെ ഉസ്താദ് നിങ്ങൾക്കൊരു ഇൽമു പറഞ്ഞു തരുമ്പോൾ ഉസ്താദിന് കിട്ടുന്ന ഒരു കാര്യങ്ങൾ ആലോചിച്ചു. ഉസ്താദിൻ്റെ ഇൽമു യുൻതഫഉ ബിഹിയായി 10 മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തത് ലിഅന്ന തഅലീമൽ ഇൽമി സദഖത്തുൻ ജാരിയ, അല്ലേ? ഇൽമു പറഞ്ഞു കൊടുക്കൽ ഏറ്റവും വലിയ സദഖയെ 100 രൂപ കൊടുക്കണതിനേക്കാൾ വലുതാണല്ലോ ഒരു മസല പറഞ്ഞു കൊടുക്കൽ. മൂന്നാമത്തത് ശിഷ്യന്മാർ, ഇൽമു അടിച്ച ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ബിമൻസിലത്തി ഔലാദി സ്വാലിഹീന യദഊന ലഹും, ഈ ഉസ്താദുമാർക്കൊക്കെ ദ്വാരക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളുടെ സ്ഥാനത്തായി. ഒരു ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഹദീസ് പറഞ്ഞ 3 കാര്യവും അയാൾക്ക് കിട്ടുമെന്നാണ് മഹാന്മാരെ ഇത് വിശദീകരിച്ചു പറയുന്നത്. അപ്പോൾ ഇതിനേക്കാൾ വലുത് ലോകത്ത് എന്താ ഉള്ളത്? ഇതിൽ നിന്ന് ചാടിപ്പോകുക എന്ന് പറയണത്, ഇത് നിർത്തിയിട്ട് പോകുക എന്ന് പറയണത് എന്താ പറയുക, സ്വർഗത്തിൽ നിന്ന് രാജിവെച്ചിട്ട് നരകത്തൊക്കെ ഓടുന്ന പോലെയാണ്. എന്ത് ഭീമമായ അബദ്ധമാണ്. മഹാന്മാരൊക്കെ സ്വീകരിച്ച ഒരു രീതി തന്നെ അവരുടെ ജീവിതത്തിലെ മുഴു സമയം, നമ്മുടെ അത്തർഗീബ് വത്തർഹീബിൻ്റെ സ്വാഹിബ് ഹാഫിൽ മുന്തിരി റഹ്മത്തുള്ളയുടെ മകൻ മരണപ്പെട്ടപ്പോൾ അവിടത്തേക്ക് പോണില്ല. കാരണം പിന്നെ ദർസ് മിസ്സാവോന്ന് പേടിച്ചിട്ട്. കണ്ടോ, അബു ഹനീഫ റളിയല്ലാഹുവിൻ്റെ ദർസ് മിസ്സാവോന്ന് പേടിച്ചിട്ടാണ് അബു യൂസുഫ് റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദ് എന്ന മോന് മരണപ്പെട്ടപ്പോൾ അബു യൂസുഫ് ഞങ്ങൾ പോകാതിരുന്നത്. ജനാസ കർമ്മത്തിന് സ്വന്തം മോൻ്റെ കർമ്മത്തിന് വരെ പോണില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ കളിക്കലാണ്. മുത്തമാനെ മോളെ അതിനു കല്യാണം ഉറപ്പിക്കലിൻ്റെ തല ഞാൻ പോയാലേ നടക്കുന്ന നമ്മൾ ചിന്തിച്ചു നോക്കിയേ. പിന്നെ എന്തിനാ നമ്മൾ ഇതിനൊക്കെ പോകുന്നത്? ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ കുറേ അധ്വാനമുള്ളവരാവണം. മെമ്മറി അതൊക്കെ വ്യത്യസ്തമായിരിക്കും. അധ്വാനത്തിനനുസരിച്ച് അള്ളാഹ് തരും എന്നുള്ള കാര്യം ഷുവറാണ്. നിങ്ങൾ എത്രയോ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാം, അവരൊക്കെ ഭയങ്കര മെമ്മറി ഉള്ളവരൊന്നുമല്ല. അവർ കിതാബിൻ്റെ രംഗത്തേക്ക് സജീവമായി മുസന്നിഫീങ്ങളുടെ ലോകത്ത് വലിയ സ്ഥാനം പിടിച്ചു പറ്റി ഒരുപാട് ശിഷ്യഗണങ്ങളുടെ മുദരിസായി. അതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് അവർ വിടാതെ അധ്വാനിച്ചു എന്നുള്ളതാണ്. സമയം കളയാതിരിക്കുക, നല്ല അധ്വാനിക്കുക. നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു 2-3 കിതാബുകൾ മുത്താല ചെയ്യുന്നത് നന്നാവും. 1 ഖീമത്തു സമൻ ഇന്ദൽ ഉലമ, 2 സഫഹാത്തു മിൻ സബരിൽ ഉലമ, 3 അൽ ഉലമാ ഉൽ ഉസ്സാബ്, 4 മആലിമു ഇർഷാദിയ, 5 അൽ മൻഹജു സവി. ഈ 5 കിതാബുകളും നിങ്ങളൊന്ന് മുത്താല ചെയ്യലോടുകൂടി നിങ്ങൾ അടിമുടി മാറും ഷുവർ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിനാ ആമീൻ പറഞ്ഞേ? അടിമുടി മാറാനോ? അല്ല, മുത്താല ചെയ്യാൻ കേട്ടോ. റിസൾട്ടിൽ ആമീൻ പറയണ്ട, ഇപ്പുറത്തിൽ ആമീൻ പറഞ്ഞത്. ഞാൻ 5 കാര്യം പറയുമെന്നാണ് പറഞ്ഞത്. 4-മത്തേതിലേക്കാണ് ഇനി പോകുന്നത്. 4-മത്തത് കിതാബിനോട്, ഇൽമിനോട്, ഉസ്താദുമാരോടൊക്കെ നല്ല അദബ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അത് വളരെ വളരെ പ്രധാനമാണ്. അതിപ്പോൾ ഉദാഹരണത്തിന് വുളു ഇല്ലാതെ മഹാന്മാർ ഇൽമ് പറയാറില്ല, കേൾക്കാറില്ല, എഴുതാറില്ല എന്നൊക്കെ പറയണത് ഒരു അദബിൻ്റെ ഭാഗമാണല്ലോ. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഷംസുൽ അയിമ്മ ഇമാം സർഖസി റളിയല്ലാഹു അൻഹു വലിയൊരു ത്യാഗിയാണ്. കൂടുതൽ മഹാനെ കുറിച്ച് പഠിക്കണമെന്ന് ഒരഭിപ്രായം. നമ്മളൊക്കെ പൊതുവെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞിട്ട് മഅ്ദിറത്ത് പറഞ്ഞിട്ടുള്ള ഒരു ആലസ്യത്തിൽ നിൽക്കലാണ് പതിവ്. ശരിക്കും ഇസ്ലാമിക ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടായത് മുഴുവനും പ്രതിസന്ധി കാലത്താണ്. മങ്കൂസ് മൗലിദ് ഉണ്ടായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലല്ലേ? ഹദ്ദാദ് ഉണ്ടായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ. അതൊക്കെ വിട്, ലോകത്ത് ഇമാമിങ്ങളുടെ മുഖ്യ ഗ്രന്ഥങ്ങൾ, പല ഗ്രന്ഥങ്ങളും വന്നത് ഏതെങ്കിലും പ്രതിസന്ധി കാലത്തായിരിക്കും. നാട്ടിൽ പുതിയ ആരോപണം, ഒരു കിതാബ് വരും. അങ്ങനെയാ. ഉദാഹരണം പിന്നെ കുറേ ഉദാഹരണങ്ങൾ പറയാണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിനെതിരെ ഗസാലി എന്ന പേരുള്ള ഒരു പണ്ഡിതൻ പിന്നെ അധിക്ഷേപമായിട്ട് രംഗത്ത് വന്നു. ഇബ്നു ഹജർ തങ്ങൾ എടുത്തു പേന, തൂലിക ചലിപ്പിച്ചു. എന്താണ് അതിൻ്റെ ഒരു കാരണം? ഗസാലി എന്ന് പറയുന്ന ആൾ അബു ഹനീഫ തങ്ങൾക്കെതിരെ ആരോപണമായിട്ട് വന്നപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ കിതാബ് എഴുതിയിട്ട് തുടക്കത്തിൽ പറഞ്ഞു,
നമ്മൾ വിചാരിക്കുന്ന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി നമ്മുടെ പൊന്നാര നേതാവ്, അവരല്ല, വേറൊരു ഗസാലി എന്ന് പേരുള്ള ആളാണ്. 2, ഇയാൾ പറഞ്ഞ തന്നെ അബൂ ഹനീഫ തങ്ങളിലൊന്നും ഉള്ളതല്ല, വെറും ആരോപണങ്ങളാണ്. അബൂ ഹനീഫ തങ്ങൾ വലിയ മഹാനാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കിതാബ് എഴുതി, പേര് അൽ ഖൈറാത്തുൽ ഹിസാൻ ഫി മനാഖിബി അബി ഹനീഫത്തുൻ നുഅ്മാൻ. കണ്ടോ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അയാളുടെ കൈവെട്ടല്ല വേണ്ടത് എന്ന് ചുരുക്കം. അത് ശുദ്ധ അസംബന്ധം, ഇസ്ലാമിനെ പിന്നോട്ട് വിളിക്കണ പരിപാടി. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകാർ ചെയ്യണമൊക്കെ തീർത്തും അബദ്ധമാണ്, തീർത്തും അബദ്ധം. അങ്ങനെയല്ല ഇസ്ലാം വളർന്നതെന്ന് ചൊല്ലും. മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ ആരോപണം വന്നു. ഹുമയൂൺ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം കിതാബ് എഴുതി. ഇബ്നു ഹജറുകൾ ഒരു കിതാബ് എഴുതിയില്ലേ? ഇങ്ങനെ എത്ര ഗ്രന്ഥങ്ങൾ, ഇബ്നു ഹജറുകളുടെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ആമുഖങ്ങൾ വായിച്ചു നോക്കിയാൽ ഇങ്ങനെ കുറേ സാഹചര്യങ്ങളെ നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ എവിടുന്നാ പോയെന്ന് വെച്ചാൽ ഷംസുൽ അയിമ്മ ഇമാം സർഹസി റളിയല്ലാഹു അൻഹു, സർഹസി ഇമാം സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ പൊട്ടക്കിണറ്റിൽ അറസ്റ്റ് ചെയ്തു ഭരണാധികാരികൾ. പൊട്ടക്കിണറ്റിൽ ശിഷ്യന്മാർ മേലെ ആൾമറ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിതുമ്പുന്ന സമയത്ത് ഈ ഇമാം സർഹസി എന്ന് പറയുന്ന ഹനഫി മദബിലെ വളരെ പ്രശസ്തനായ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ വിതുമ്പിയിട്ട് എന്ത് കാര്യം, കുറച്ച് തുണികൾ എടുത്തിട്ട് വരി, വീട്ടിൽ നിന്ന് തുണിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. മഹാനവറുകളുടെ മെമ്മറിയിൽ നിന്ന് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. മഹാനവറുകളും കുറച്ച് എഴുതി അങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചു. അങ്ങനെയാണ് ഹനഫി മദബിലെ 15 വാള്യമുള്ള അതിബൃഹത്തായ കിതാബുൽ മബ്സൂത്ത് വിരചിതമായത്. നിങ്ങൾ നോക്കൂ. അല്ലാതെ അവരാരും സ്റ്റാറ്റസിൽ ലോക്ക്ഡൗൺ ആയപ്പോൾ വീണ്ടും പൂട്ടി, ഓമിക്രോൺ ആയി ദർസ് പൂട്ടിയപ്പോൾ മൊഡാഫ് എന്നൊറ്റ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല എന്നർത്ഥം. പ്രതിസന്ധിയെ അവസരമായിട്ട് എടുത്തു എന്നുള്ള ചുരുക്കം. ഒരു ലോക്ക്ഡൗൺ കാലത്ത് തന്നെയല്ലേ നമ്മുടെ ഉസ്താദുമാർ പിന്നെ ഖത്മുൽ ബുഖാരി തീർക്കണത് അല്ലേ? നമുക്കറിയാലോ, അവർ ഓതി പൂർത്തിയാക്കണത്. ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും ശരിയാവണ്ണം കഴിയാത്ത സമയത്ത് പോലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് എന്നല്ലേ നമ്മുടെ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവുസ്താദ് പുതിയ കിതാബ് എഴുതണത്. അപ്പോൾ വിപ്ലവങ്ങൾ മുഴുവനും പിറവിയെടുത്തത് പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ്. നമ്മൾ കാരണം പറച്ചിലുകാരാവരുത് എന്ന് ചുരുക്കം. ഞാൻ സർഹസി ഇമാമിലേക്ക് തന്നെ വരാം. ഇതിന് സമാനമായി ഒരുപാട് ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ കാണാം. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ പിന്നെ പ്രതിസന്ധി കാലത്ത് ഇമാമികൾ ചെയ്ത സേവനം എന്ന വിഷയത്തിലാണ് ഞാൻ പഠനം നടത്താൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു പഠനം നടത്താൻ ശ്രമിച്ചു. എത്ര ഇമാമിങ്ങളെ റഹ്മാൻ. ഇബ്നുൽ അസീർ തങ്ങൾ ഹദീസിൽ വന്ന വരീബായ വാക്കുകളെ മാത്രം വിശദീകരിച്ചിട്ട് 5 വാള്യമുള്ള ഗ്രന്ഥം എഴുതിയത് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും ലോക്ക്ഡൗൺ കാലത്തും ഇമാമികൾ ചെയ്ത സേവനങ്ങൾ നമ്മൾ വായിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലസ്യത്തിൽ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങലുകളിൽ ഒരിക്കലും പെടില്ല. സർഹസി ഇമാമിൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. മഹാനവറുകൾ വുളു ഇല്ലാതെ ഒരിക്കലും കിതാബ് തൊടുകയോ വായിക്കുകയോ വായിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. മഹാനവറുകൾക്ക് വയറിന് വല്ലാത്ത വേദനയും അതിസാരം ബാധിക്കുകയും ചെയ്തു. വയറ്റിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു പ്രശ്നം വന്നു. ഒരു രാത്രി മഹാനവറുകൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഈ കിതാബ് മൊത്തം മുത്താല ചെയ്ത് തീർക്കണം. വുളു എങ്ങനെ നിൽക്കണില്ല. മഹാനവറുകൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാലിമ് ഇർഷാദിയയിൽ കാണാം. മഹാനവറുകൾ വുളു എടുത്തു, കുറച്ച് നോക്കി, അപ്പോൾ വുളു പറഞ്ഞു. ആ രാത്രി തന്നെ മഹാനവറുകൾ 17 or 18 തവണ മഹാനവറുകൾ വുളു എടുത്തു എന്നാണ് ചരിത്രം പറയണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ഇബാദത്തിനെ, ഒരു സുന്നത്തിനെ അവരോടൊക്കെ ഒരു ജീവിതത്തിൽ കൊണ്ടു നടക്കണ ഒരു കോലം. സമാനമായ ചരിത്രം തഹ്ദീബുൽ അസ്റാറിൽ അഥവാ ഇമാം ഖർഖൂഷി റളിയല്ലാഹുവിൻ്റെ തഹ്ദീബുൽ അസ്റാറിൽ ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹുവിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നല്ല അദബുണ്ടാണ് കിതാബിനോട്, ഇൽമിനോട് വലിയ അദബായിരിക്കണം. ഇബ്നു മാജ തങ്ങളുടെ ഉസ്താദൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ കാലത്തൊക്കെ ഇൽമ എഴുതുന്ന സമയത്ത് പേനയുടെ ശബ്ദമോ പിന്നെ ഹദീസ് വായിച്ചപ്പോൾ കരയുന്ന ശബ്ദമോ അല്ലാതെ വേറൊരു ശബ്ദം ഉണ്ടാവില്ല. അത്രയും കീപ്പ് ചെയ്തിരുന്നു ഇൽമിനോടുള്ള അദബ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദർസ് ഓതിപ്പടിക്കണ കാലത്ത് ഇരുന്ന് ഓതിപ്പടിക്കണ കാലത്തെ കിതാബിൻ്റെ പേജ് മറിക്കണ കോലം ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മാലിക് ഇമാമിൻ്റെ മുമ്പിൽ നിന്ന് ഷാഫി ഇമാം കിതാബിൻ്റെ പേജ് മറിക്കൽ ഇങ്ങനെ എത്ര. എന്തിനാ ഈ റിസ്ക് പിടിച്ചിട്ട് സ്ലോ ആക്കണത്? ഈ കിതാബിൻ്റെ പേജ് മറിക്കണ ശബ്ദം ഉസ്താദ് കേട്ടാൽ അദബ് കേടാവോന്ന് പേടിച്ചിട്ട്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽ മുട്ടേണ്ട അവസ്ഥ വന്നാൽ ഇങ്ങനെ മുട്ടുക.
നഖം കൊണ്ട്. ഖാളിയാൽ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മുട്ടീനെന്ന് പറയും വേണം, മുട്ടിയത് കേൾക്കാനും പാടില്ല. നമ്മളാണെങ്കിൽ ഉസ്താ ഉസ്താ അല്ലേ, അങ്ങനല്ലേ നമ്മളൊരു കോലം. നമ്മൾ അവരും തമ്മിൽ എന്തോ തലാദാൻ നിസ്ബാൻ തോന്നിപ്പോകുന്നുണ്ട് പല ഘട്ടങ്ങളിലും. അദബ് വളരെ പ്രധാനമാണ് മക്കൾ. നവഇമാം ഉസ്താദിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാത്തതിൻ്റെ കാരണം തന്നെ ഉസ്താദ് കഴിക്കണം എന്ന് വിചാരിച്ചൊരു ഫുഡ് ഞാൻ കഴിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അദബ് നന്നായിട്ടുണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്ലാസ്റ്റിക് ആവാതെ ഖൽബിൽ നിന്ന് തന്നെ ആവണം. നിയമത്തിൻ്റെ അപ്പുറത്താണത്. ഖാത്തിമത്തുൽ മുഹക്കിഖീൻ, നിലപാടിൻ്റെ സുൽത്താനല്ലേ ഇബ്നു ഹജറിൽ ഹൈതമി റഹിമുള്ള. അള്ളാഹു ഓരോ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ഓരൊക്കെ വെച്ചിട്ട് ദ്വാരന്ന അല്ല എങ്ങനെയാണ് തട്ടുക. ഓരൊക്കെ ഈ ഉമ്മത്തിന് ചെയ്ത സേവനം എന്താ. 4 കൊല്ലമല്ലേ എൻ്റെ ജീവിതത്തിലെ വളരെ പ്രതിസന്ധി ഘട്ടം എന്ന് ഈജിപ്തിൽ അൽ അസ്ഹറിൽ പഠിക്കണ കാലത്തെക്കുറിച്ച് മഹാൻ പരിചയപ്പെടുത്തിയത്. ഒരു മാംസത്തിൻ്റെ പൊരിച്ച ഫ്രൈ കിട്ടാൻ വേണ്ടി ഞാൻ 4 കൊല്ലം കൊതിച്ചിട്ട് കിട്ടിയില്ല. ഒരു സദ്യ ക്ഷണിച്ചിട്ട് കിട്ടിയതാണെങ്കിൽ തിന്നാനോ ചവക്കാനോ പറ്റാത്തത്. അന്ന് ഞാൻ ജീവിച്ചു പോകുന്നത് അള്ളാഹൻ്റെ എന്തോ ഒരു അപാനമായ മഅൂനത്ത് കൊണ്ടാണ് ഞാനന്ന് പിടിച്ചു നിന്നത് എന്ന് പിന്നീടുള്ള കാലത്ത് ഇബ്നു ഹജറങ്ങൾ പറയുന്നുണ്ട്. ഓരോ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു വഴിയോരത്തുള്ള വത്തക്ക ആരെങ്കിലുമൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ചാടിക്കളയുന്ന വത്തക്കയുടെ തോലൊക്കെ എടുത്ത് തിന്നുന്ന ആളായിരുന്നു. അത്രയേ ഉള്ളൂ, ഒരിക്കൽ തിന്നാനൊന്നുമില്ല. ദാരിദ്ര്യത്തിൻ്റെ തീച്ചുളയിൽ ജീവിച്ച മഹാഗോപുരങ്ങൾ. ഒരിക്കൽ വത്തക്കൻ്റെ തോലെടുക്കുമ്പോൾ ഒരാൾ കൈപിടിച്ചത്ര. നിങ്ങൾ ഇനി ഇത് ആവർത്തിക്കരുത്. നോക്കുമ്പോൾ ഖദർ അലൈഹിസ്സലാമാണ്. മുജാബുദ്ദാവത്തായ സക്കരിയ അൻസാരി തങ്ങളെക്കുറിച്ച് തന്നെ 2 മണിക്കൂറുകളോളം പറയാൻ. എന്തൊക്കെ പറയാനുണ്ട് അവരെക്കുറിച്ച്. തലവേദന വല്ലാതെ വന്നാൽ സക്കരിയ അൻസാരി തങ്ങൾ ചെയ്യണ പരിപാടി ഷഹറാനിമാൻ പറയുന്നുണ്ട്. ശിഷ്യൻ എന്താ പറയുന്നറിയാം, ഒരു കിതാബ് മുത്താലയെ നേർച്ചാക്കും അല്ലെങ്കിൽ തീരുമാനിക്കും. എന്നിട്ട് പറയും, ഈ കിതാബ് മുത്താല ചെയ്യുന്ന ബർക്കത്തുകൊണ്ട് എൻ്റെ തലവേദന മാറ്റിത്തരണേ. ഓ, ഈ എന്താണ് ക്ലാസ്സിലില്ലാത്ത ചെറിയൊരു തലവേദന വരുന്ന പോലെ. ഓഹോ, വെരി അഡ്വാൻസ്ഡാണ് നമ്മൾ, വെരി അഡ്വാൻസ്ഡാണ്. ആദ്യം ഷെയർ ചെയ്യും. നീ ഏതാ രോഗം പറയും? തലവേദന. ഞാൻ പനി. ഓക്കെ. ശരിക്കും നമ്മൾ അലക്കാനും കുളിക്കാനൊന്നും അല്ല ഇവിടെ വരുന്നത്. അത് വീട്ടിലും വാഷിംഗ് മെഷീനും സംവിധാനങ്ങളുണ്ട്. ഇവിടെ അധ്വാനിക്കാനും പഠിക്കാനുമാണ്. അതിൻ്റെ ഇടയിൽ അതൊക്കെ നടന്നു പോകണമെന്നേ ഉള്ളൂ. നല്ല അതവുള്ളവർ തന്നെയാണ് നമ്മൾ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും നടന്നു വരുന്നൊരു സന്ദർഭത്തെ വിശദീകരിക്കുന്നുണ്ടല്ലോ ഖുർആൻ. അവിടെ പിന്നെ ഉറുമ്പിൻ്റെ ലീഡർ പറയുന്നുണ്ടല്ലോ, ലാ യഹ്തിമന്നക്കും സുലൈമാൻ നബി അലൈഹി സ്വലാമും അനുയായികളും നമ്മളെ ചവിട്ടാതിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് വേഗം മാളത്തിലേക്ക് കയറി ഒളിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വഹും ലാ യശൂറൂൻ, അറിയാതെ കേട്ടോ, ഒരർണം കൊണ്ട് ചവിട്ടൂല എന്ന് പറഞ്ഞാൽ മഹാന്മാർക്ക് അബദ്ധം സംഭവിക്കൂല എന്നുള്ളിടത്തോളം അതൊരു അദബാണ്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട് അതൊരു അദബാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാമിനോട് ഹൽ അത്തബിയുക ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അലാ അൻ തുഅല്ലമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, നിങ്ങൾക്ക് അള്ളാഹു തന്ന വിവരങ്ങളിൽ നിന്ന് എനിക്ക് വിവരം തരാമോ? ഇവിടെ 11 അദബുകൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആ ഭാഗം ഒന്ന് മുത്താലയിൽ നിന്ന് നന്നാവും. ശരിക്കും മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറയുന്നത് ഉലുൽ അസ്മുകളിൽ പ്രധാനികളാണ് അല്ലേ. നബിമാരിൽ സെലക്റ്റഡ് ആണ് മുർസലീങ്ങൾ, മുർസലീങ്ങളിൽ സെലക്റ്റഡ് ആണ് ഉലുൽ അസ്മ്. ഉലുൽ അസ്മിൽ തന്നെ വളരെ പ്രധാനിയാണ്, 3ാം സ്ഥാനക്കാരനാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം. ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത ദർജയിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഖദർ അലൈഹി സ്വലാം ഇല്ലല്ലോ. ഇല്ല, ഖദർ അലൈഹി സ്വലാം നബിയാണോ അല്ലയോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. പ്രഫലം നബിയാണെന്നാണ് ഇബ്നു ഹജറുകളുടെ ഒക്കെ അഭിപ്രായം. വ്യത്യസ്ത ചർച്ചകളുണ്ട്, സ്വതന്ത്രമായ ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട്. ഈ ഖദർ അലൈഹി സ്വലാമിനോട് തനിക്കല്ലാഹു തന്ന സ്ഥാനത്തിൽ നിന്ന് വളരെ ഡിഫറൻസ് ഉള്ള ഖദർ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നത് അല്ലത്തവ് ഞാൻ നിങ്ങളെപ്പരം പോന്നോട്ടേ എന്നാണ്. മിമ്മ ഉല്ലിംത എന്ന് പ്രയോഗത്തിൽ നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു കുറേ വിവരങ്ങളൊക്കെ തന്നതിൽ നിന്ന് മിന്ന തബഗീൽ കുറച്ച് എനിക്ക് തരാമോ? ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ അദബ് പഠിക്കേണ്ടത്. ആ അദബാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അദബുണ്ടെങ്കിൽ അള്ളാഹു വിവരങ്ങൾ തരും. ഇബ്നു ഹജറുകൾ തന്നെ മദീനത്താണെങ്കിൽ തന്നെയും നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് തിരിഞ്ഞിരിക്കണം. മദീനത്താണെങ്കിലും എന്നൊരു ചർച്ച കൊണ്ടുവരാൻ കാരണം ചില ഇമാമികൾ പറയുന്നുണ്ട് ബേക്കിൽ റൗളയാവൂലേ എന്ന്.
പക്ഷെ ആ ഇബ്നു ഹജറങ്ങൾ മക്കത്തെ പണ്ഡിതനായി ഇബ്നു ഹജറങ്ങൾ മദീനത്ത് ഒരിക്കൽ റൗള സിയാറത്തിന് പോയപ്പോൾ ഷർഹു യാക്കൂത്തിൻ്റെ ഓഫീസിൽ കാണാം ഒരേ ഇമാമത്ത് നിർത്തിച്ചപ്പോൾ ഒരു തിരിഞ്ഞിരിക്കണില്ല, റൗളയിലേക്ക് നേരെ തിരിഞ്ഞിട്ടാണ് ദ്വാരക്കണത്. അതിൻ്റെ കാരണം പറയണത് അത് നിയമം. നേരത്തെ പറഞ്ഞ തോഫൈ പറഞ്ഞതേ നിയമം. ഇത് കൈഫാസ്തദ് ബിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എൻ്റെ പൊന്നാര റസൂലുള്ളാഹിനെ ഞാൻ എങ്ങനെയാണ് ബേക്കിലാക്കുക? അത് അദബ്. നിയമം അനുസരിച്ചിട്ട് ചിലപ്പോൾ മകൻ തന്നെ ആയിരിക്കും വാപ്പൻ്റെ ജനാസസ്കാരത്തിന് ഇമാമത്ത് വെക്കേണ്ടത്. പക്ഷെ ഒരൊറ്റ സ്വഹാബിയും സ്വന്തം ഉപ്പ മരണപ്പെട്ടിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിൽക്കണില്ല. അത് അദബാണ്. ആ അദബിനെ നഷ്ടപ്പെടുത്തുന്ന വഹാബി കൂട്ടത്തിൽ നിന്ന് നമ്മൾ കറക്റ്റ് തിരിച്ചറിയണം. അയാൾ മനുഷ്യൻ ഓരോ ഉസ്താദല്ലേ, മാസൂം ഒന്നുമല്ലല്ലോ എന്ന വിലയിരുത്തലല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. എൻ്റെ ഗുരു അത്താ റളിയല്ലാഹു അൻഹു, റബീ റളിയല്ലാഹു അൻഹു, ഒരുപാട് മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം. ഷാഫി ഇമാമിൻ്റെ ശിഷ്യന്മാരായ ഇവരൊക്കെ ഷാഫി ഇമാമ് നോക്കിയിരിക്കെ മജ്ലിസിൽ നിന്ന് വെള്ളം കുടിക്കൂലത്രേ. നമുക്ക് നമ്മുടെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, ഹറാമാ കറാഹത്താ എന്നൊക്കെ ചോദിക്കുക. വേണമെങ്കിൽ വായിൽ വലിയ മുട്ട പുഴുകിയിട്ട മാതിരി ഹറാമാതൊക്കെ ചോദിക്കുക. ഹറാമും കറാത്തൊന്നും അല്ല കാര്യം. അദബ് വേറെ, നിയമത്തിൻ്റെ അപ്പുറത്താണത്. അദബ് വളരെ വളരെ പ്രധാനമാണ്. തദ്കിറത്തു സാമി വൽ മുത്തകല്ലിം ഫി ആദാബിൽ ആലിമി വൽ മുത്തഅല്ലിം എന്ന ഗ്രന്ഥം അടിപൊളിയാണ്. വിഷയസംബന്ധിയായി നല്ല പഠനമുണ്ട്, നിങ്ങൾക്കൊന്ന് മുത്താലിയാവുന്നത്. ലാസ്റ്റ് ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ആശയത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് അധ്വാനിക്കുന്നവർക്ക് അള്ളാഹ് എന്തെങ്കിലുമൊക്കെ തരും എന്നാണ്. അധ്വാനിക്കണം, നല്ല അധ്വാനിക്കണം. ക്ലാസ്സിൽ വല്ലാതെ പിന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ക്ലാസ്സിൽ പറയണൊക്കെ മഹാബദ്ധങ്ങളായിരിക്കും. നന്നായിട്ട് മുത്താല ചെയ്യാനും പഠിക്കാനൊക്കെ ശ്രമിച്ചാൽ പോലെ മെമ്മറിയിൽ നിൽക്കില്ല. എല്ലാവരും കളിക്കാനും ചിരിക്കാനൊക്കെ പോകുന്ന സമയത്തും വൈകുന്നേരങ്ങളിൽ കുത്തിയിരുന്ന് പഠിക്കും. പോകുന്ന കുട്ടികളൊക്കെ ഈ കുട്ടിയെ നോക്കി ചിരിക്കും. സാധ്യത ഉണ്ടല്ലോ, ഒരു പരിഹാസ്യനാവുന്ന രീതിയിൽ. അതേസമയം കളിക്കാനും ചിരിക്കാനൊക്കെ സമയം കണ്ടെത്തിയ കുട്ടികൾ പിറ്റേന്ന് ക്ലാസ്സിൽ ഉസ്താദിൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയും. ഈ കുട്ടിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഈ കുട്ടിക്ക് മറുപടി പറയാൻ പറ്റണില്ല. ഈ കുട്ടി എത്ര മെമ്മറിയിൽ സേവ് ചെയ്യണമെന്ന് വിചാരിച്ചാലും പിറ്റേന്ന് ഉസ്താദിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ പറ്റണില്ല. എന്നാലും കുട്ടി പഠനം നിർത്തൂല, കുത്തിയിരുന്ന് വീണ്ടും വീണ്ടും പഠിക്കും. മറ്റ് സഹപാഠികളായ കൂട്ടുകാർ കളിക്കാനും ചിരിക്കാനൊക്കെ സമയം കണ്ടെത്തിയിട്ട് പിറ്റേന്ന് ഉത്തരം ഫ്ലുവൻ്റ് ആയിട്ട് പറയും. ഈ കുട്ടിക്ക് പറയാൻ പറ്റണില്ല. ഒരു ദിവസം കുട്ടി ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കണ സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്. എന്തിനാ എന്നെ കളിയാക്കണത് എന്നുള്ളിടത്തോളാണ് മഹാൻ്റെ പ്രതികരണം. രണ്ടാമതും മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദുഉക എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പോയി. മരച്ചുവട്ടിൽ സ്വഹാബത്തിൻ്റെ മധ്യത്തിലായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നുണ്ട്. അല്ല സായദ, ഈ എന്താടോ ഞാൻ വിളിച്ചിട്ട് വരാതിരുന്നേ? മുത്തുനബി, അനക്കൊന്നും പഠിച്ചാൽ തലയിൽ കയറില്ല, അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഒന്നും മണ്ടയിൽ കയറൂല. അതുകൊണ്ട് പിന്നെ എല്ലാവരും എന്നെ പറ്റിക്കണമെന്ന് വിചാരിച്ചു. തങ്ങൾ വിളിച്ചണമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. മഅ്വൽ വറയാണ് മുത്തുനബി, കോടതിയാണ്, പ്രശ്നപരിഹാര കേന്ദ്രമാണ്, അഭയാണ്. അഭയാണ് അഭയം. അഭയം എന്ന് പറഞ്ഞാൽ അഭയാണ്. മോനിങ്ങോട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഫ്തഹ് ഫാക്ക്, മോൻ്റെ വാ തുറന്നേന്ന് പറഞ്ഞു. ഒന്ന് തുപ്പിക്കൊടുത്തു. ആ ഉമിനീരിലെത്തലോടുകൂടി ഒരു ചരിത്ര പുരുഷൻ പിറവിയെടുത്തു, സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു. പിറ്റേന്ന് സ്വാഭാവികമായിട്ടുള്ള ക്ലാസ്സിലെ ചോദ്യം കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുമല്ലോ. ക്ലാസ്സിലെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഷെയ്ഖ് അലുദ് തങ്ങൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുട്ടീൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി മുദരിസ്. 17 വയസ്സിൽ എഴുതിയത് കിതാബ് സഞ്ചാൻ്റെ ഷറഹ. എന്തൊരു മെമ്മറി, എന്തൊരു അപാര മെമ്മറി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഷർലഖായിദും മുഖ്തസറും മുത്തവ്വലും മഹാൻ്റെ സാമ്പിൾ പഠിക്കട്ട് മാത്രം എത്ര ഗ്രന്ഥങ്ങളാണ്. എന്താ മെമ്മറി. മുഴുവൻ കിട്ടിയത് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഇല്ലേ നമുക്ക്? ഇപ്പോൾ ഇല്ലേ? ആ റസൂൽ തന്നെ ഇപ്പോൾ റൗളയിൽ നമുക്കില്ലേ? എത്ര പ്രശ്നങ്ങൾ ഹയാത്തിലും വഫാത്തിന് ശേഷമൊക്കെ അവിടുന്ന് തീർത്തു കൊടുത്തു. ഓരോ സെക്കൻഡിലും എത്ര കോടി പ്രശ്നങ്ങളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. കമ്മബറഅത്തു വസിബൻ ബില്ലം സിറാഹത്തുഹു വാത്തുലക്കത്ത് അരിബൻ മിന്തി ബിക്കത്തില്ല മമ്മി. എത്ര 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 90,000 മുഅ്ജിസത്തുകളല്ലേ അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തത്. ചില്ലറല്ല.
ഒന്ന് രണ്ടെണ്ണം പറയാം. അസ്തമിച്ച സൂര്യനോട് കോൾ ബാക്ക്, തിരിച്ചു വരാൻ. 1, 90,000 തിരിച്ചു വരാൻ. റുദ്ദത് ബിഗൈരി തറദ്ദുദി. 2, ഈ ചന്ദ്രനെ പിളർത്താൻ പറ്റുമെന്ന് അബൂജഹലിന്റെ വമ്പൻ ബടായി ചോദ്യം. മുത്തുനബി തങ്ങളുടെ മറുപടി, ഐ ആം റെഡി. ടിഷ് ശുക്കബി അംബ്രിഹി. 2 കഷ്ണം, ആപ്പിളല്ല ചന്ദ്രൻ. 1 ജബല ബി കുബൈസി കൊണ്ടിട്ട് ഏതാ ശക്തി എന്നറിയാം. ആ തങ്ങൾ ഇടപെട്ട നമ്മൾ പ്രശ്നം തീരാണ്ടിക്കോ? എന്തും പറയാലോ അവിടുന്ന്, എന്തും പറയാലോ. താജുദിന് വെള്ളം കൊണ്ടു കൊടുത്തപ്പോൾ റബിയത്ത് ബിൻ കാബിൽ അസ്ലമി റളിയല്ലാഹുവിനോട് നബി തങ്ങൾ പറഞ്ഞല്ലോ, സൽ, എന്തും ചോദിച്ചോന്നല്ല, എന്തും ചോദിച്ചോന്നാ അതിൻ്റെ അർത്ഥം. എന്തും ചോദിച്ചോന്ന്. എന്താണ് എന്തും ചോദിച്ചോന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്, വേണ്ടൊക്കെ ചോദിച്ചോളേന്ന്. അതതിൻ്റെ അർത്ഥം. അത് കിടിലൻ തന്നെ ചോദ്യം ചോദിച്ചില്ലേ? സ്വർഗല്ല, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. തങ്ങളൊന്നിച്ചെനിക്കൊരു സീറ്റ് കൊടുത്തില്ലേ? എന്തും തരും. പാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടിനെ കൂട്ടിയിട്ട് ഒരു ഉമ്മ വന്നില്ലേ, ഹദീസിലില്ലേ? നബിയെ, ഈ കുട്ടി ജനിച്ചിട്ട് കുറേ കാലേ, ഒന്നും മിണ്ടൂല. ഇതിൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളുടെ കളകളാരോ വർത്താനം കേൾക്കും, നമുക്കൊക്കെ കൊതിയാണ്. ഇതൊന്നും മിണ്ടൂല നബിയെ. തങ്ങൾ അടുത്ത് വിളിച്ച്, പുതുനൂഹുമിന്നി അടുത്ത് വരും. മോനൊന്നും ഇതുവരെ മിണ്ടിയില്ല. ഉമ്മാക്ക് വിഷമാവൂലേ? ഞാനാരാ? മൻ അന, ഞാനാരാ? ഇതുവരെ മിണ്ടാത്ത കുട്ടി. ആ കുട്ടി പറയാ, അന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്പറേഷൻ സക്സസ് വിത്തൗട്ട് സർജറി. എന്താ പ്രശ്നം തീർക്കൽ? ഏതാണെന്നറിയാം? ഖത്താദ റളിയല്ലാഹു അൻഹു ഉഹദിൽ നബി തങ്ങൾക്കെതിരെ വരുന്ന അമ്പ് സ്വന്തം കണ്ണുകൊണ്ട് ബ്ലോക്ക് ചെയ്തു. ഉള്ളിലേക്ക് കയറി അമ്പ് പിടിച്ചു വലിച്ചപ്പോൾ കണ്ണ് അറ്റുപോയി. ആ കണ്ണിങ്ങനെ ഞരമ്പിൽ തൂങ്ങിയിട്ട്, കണ്ണിവിടെ, ബാക്കി ഞരമ്പിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി. നബി തങ്ങൾ പറഞ്ഞു, എന്താടാ ഖത്താദ നീ ചെയ്തേക്കണത്? ഒറ്റ കരച്ചിൽ. തങ്ങൾ കരഞ്ഞ സന്ദർഭത്തെക്കുറിച്ച് മാത്രം കിതാബുണ്ട്, അതിൽ വളരെ ഭംഗിയായി ഈ ചരിത്രം പറയുന്നുണ്ട്. എന്താ ഖത്താദ നീ ചെയ്തേക്കണത്? എൻ്റെ പൊന്നെ, എന്താ വേണ്ടത് മോനിക്ക്? ക്ഷമിക്കോ? ക്ഷമിക്കുന്നതായിട്ടല്ല, എൻ്റെ സുന്ദരിയായ ഭാര്യ ഈ കോലത്തിൽ എന്നെ കണ്ടാൽ സങ്കടാവും നബിയെ. അന്നോട്ട് ചെറിങ്ങോട്ട് വാ. കം അബ്റഅത്തു വസിബൻ ബില്ലം സിറാഹത്തുഹു. ഡബിൾ മൊയ്ജിസത്ത്, ഒന്നല്ല ഡബിൾ. അറ്റുപോയ കണ്ണൊട്ടിച്ചു, നഷ്ടപ്പെട്ട കാഴ്ചയും തിരിച്ചു കൊടുത്തു. ഖത്താദ തങ്ങളുടെ കണ്ണ് റസൂലുള്ളാഹിന്റെ കാവലിന്. നമ്മുടെ കണ്ണ് യൂട്യൂബിലും ഹറാമിലും ആയാലേ എന്തോ പ്രശ്നമില്ലേ? അസ്സലാമു അലൈക്കും.